എല്ലാവർക്കും നമസ്കാരം. ഇന്ന് രാവിലെ ഈ 6 AM ക്ലബിലേക്ക് എത്തിയിട്ടുള്ള മുഴുവൻ പ്രിയപ്പെട്ടവരെയും ആദരവുമായി സ്വാഗതം ചെയ്യുന്നു. പുതിയ ആളുകൾക്ക് വേണ്ടി ഞാൻ ഇതിനൊന്ന് പരിചയപ്പെടുത്താം. പേര് അഭിലാഷ്, എറണാകുളം ജില്ലയിൽ കുമ്പളങ്ങിൽ താമസിക്കുന്നു. ഓഡിറ്റോറിയം ബിസിനസ് കഴിഞ്ഞ 3 വർഷമായിട്ട് വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എനിവേ, ഇന്ന് ഈ ഒരു പ്രോഗ്രാം ഇതിലേക്ക് കയറാനും ഇന്നത്തെ ഒരു ദിവസം നമുക്കെല്ലാം കാണാനും ഒക്കെ അനുഗ്രഹം തന്ന ജഗദീശ്വരനോട് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഈ പ്രോഗ്രാം ആരംഭിക്കാം. എനിവേ, നമ്മള് ഇന്നലെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, ചെയ്യാൻ പാടില്ല എന്നുള്ള വിഷയത്തെ കുറിച്ച് നമ്മുടെ പ്രിയപ്പെട്ട നീഷ് സാർ വളരെ വ്യക്തമായ രീതിയിൽ കുറെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്നും അത് തന്നെ തുടരുകയാണ്, അതിന്റെ കണ്ടിന്യൂറ്റി എന്നുള്ള രീതിയിൽ. ബാഹുബലി 1ഉം 2ഉം ഒക്കെ നമ്മൾ കാണുന്നത് പോലെ ഇതിന്റെ ചില സെക്കൻഡ് പാർട്ട് എന്നുള്ള രീതിയിൽ കാണാവുന്നതാണ്. അറിവുള്ള ആളുകൾ, പുതിയ ആളുകളല്ലാതെ പഴയ ആളുകൾക്ക് കുറെ കാര്യങ്ങൾ അറിയാവുന്ന ആളുകളാണ്. അപ്പോ തറവായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു അവസരം കൂടിയാണ് ഈ ഒരു 6 AM ക്ലബിൽ നമുക്ക് കിട്ടുന്നത്. നമ്മള് പൂർണ്ണമായ തോതിൽ പഠിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ആ ഒരു എങ്ങനെയാണ് നമ്മൾ പൂർണ്ണമായ രീതിയിൽ പഠിച്ചു എന്ന് വിലയിരുത്താൻ കഴിയുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ നമ്മളെല്ലാം പഠിച്ചു തികഞ്ഞു എന്ന് എപ്പോഴാണ് നമുക്ക് ബോധ്യപ്പെടുന്നത്? ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് സമയം എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം. നമ്മൾ പൂർണ്ണമായ രീതിയിൽ ഒരു വിഷയത്തെ കുറിച്ച് പഠിച്ചു എന്ന് ബോധ്യപ്പെടുന്നത് ഏത് സമയത്താണ്? ചോദ്യം മനസ്സിലായില്ലേ? ഞാനെല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകൾ അത് ഏത് ഘട്ടത്തിലാണ് നമുക്ക് അങ്ങനെ പറയാൻ കഴിയാം? നിങ്ങൾക്കൊന്ന് കമന്റ് ആയിട്ട് നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലൊരു പുതപ്പിച്ച് കിടക്കുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോട്ടെ. ഒന്ന് സാറേ, നമുക്കിത് പൂർണ്ണമായിട്ടും പഠിക്കില്ലല്ലോ, പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണല്ലോ. എങ്ങനെ പൂർണ്ണമാവും? അതിനുശേഷം എന്ത് എന്നുള്ളത് പൂർണ്ണമാവില്ല, ഒരിക്കലും പൂർണ്ണമാവില്ല. പഠിക്കുമ്പോഴാണ് എല്ലാം പൂർണ്ണമാവുന്നത്. നമ്മള് മറ്റുള്ളവരെ അഹങ്കാരം വരുന്ന സമയത്താണ് നമ്മളെത്താൻ പറ്റും. അഹങ്കാരം വരുന്ന സമയത്ത് നമ്മളെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഈ ബയോട്ടോറിയം ഈ എന്താ പറയാ, ഇങ്ങനെ ഒഴുകി കിടക്കാണ്. അത് നമ്മള് പഠിച്ചു തീരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഒരുവിധമൊക്കെ അത്രേ ഉള്ളൂ, പഠിച്ചുകൊണ്ടിരിക്കുക മരണം വരെ. സുരേഷ്, ഞാനാണ് കേട്ടോ പറയുന്നത്. എത്ര പഠിച്ചാലും പൂർണ്ണമാകുന്നില്ല. നല്ല ആൻസറാണ്. അപ്പൊ എല്ലാവർക്കും ഇതിനെ കുറിച്ച്, പഠനത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകള് വ്യത്യസ്തമായ രീതിയിലാണ് ഓരോരുത്തരും പറഞ്ഞിട്ടുള്ളത്, പങ്കുവച്ചിട്ടുള്ളത്. എന്തായാലും ഒരു കോമൺ പോയിന്റിലേക്ക് നമ്മൾ എത്തിയാൽ എത്ര പഠിച്ചാലും നമ്മൾ പഠിച്ചു തീരുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ ഒരു കാര്യം. അത് കൂടുതൽ അറിയുന്ന, അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെയും അവരുടെ പഠനങ്ങളിലൂടെയും, അക്കാദമിക് വിദ്യാഭ്യാസത്തെ കുറിച്ച് അല്ല നമ്മൾ സംസാരിക്കുന്നത്. പ്രാക്ടിക്കൽ വിദ്യാഭ്യാസം എന്നുള്ള ഒരു കാര്യമുണ്ട്. അക്കാദമിക്കലായിട്ട് നമുക്ക് ഒരുപാട് ഡിഗ്രിയുള്ള ആളുകൾ ഉണ്ടാവാം, പല കാര്യങ്ങൾ ഉണ്ടാവാം. എല്ലാം അത് ഒരു അക്കാദമിക്കലായിട്ട് നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റുകൾ നമ്മുടെ വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവാം. അതൊന്നും നമുക്ക് ജീവിതത്തിൽ പല കാര്യങ്ങൾ, ചിലപ്പോൾ ജോലി നേടാനായിട്ട് നമുക്കത് സഹായകരമായിട്ടുണ്ടാവാം. എന്റെ ഒരു അനുഭവത്തിൽ ജോലി എന്നുള്ളത് അതൊരു നമ്മള് സർക്കാർ ജോലി അല്ലെങ്കിൽ മറ്റു ജോലികൾക്ക് എല്ലാം ഒരു പശുവിനെ ഒരു കമ്പിൽ കെട്ടിയിട്ടാൽ ഒരു സ്ഥലത്ത് പുല്ല് തിന്നാനായിട്ട് ഒരു കുറ്റിയിൽ കെട്ടിയിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതിന് ചുറ്റിനുമുള്ള ആ പുല്ല് മാത്രമാണ് ഭക്ഷിക്കാൻ കഴിയുന്നത്. അതിനെ അടിച്ചുവിടുന്ന ഒരു ഘട്ടമാണെന്നുണ്ടെങ്കിൽ അത് ചുറ്റിനുമുള്ള മറ്റു പ്രദേശങ്ങളിലൊക്കെ പോയിട്ട്
അത് പുല്ല് തിന്നുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് അത് അങ്ങനെ പറയാം. പല ജോലിക്കാരുടെയും അവസ്ഥ, നമ്മൾ അതൊരിക്കലും ജോലിയെ ഒരു കുറച്ച് കാണുന്നതല്ല. പല നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ബെൻസ് കാറിലോ ഒരു BMW അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വലിയ ആഡംബര ജീവിതത്തിലേക്കോ പോകുന്നത് കണ്ടിട്ടില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ബിസിനസ്സുകാരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അത്തരം വലിയ വാഹനങ്ങൾ വാങ്ങിക്കുന്നതും അവരുടെ ജീവിത ശൈലിയിലൊക്കെ മാറ്റം വരുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്റെ നാട്ടിൽ ചെറിയ സാധാരണ ഒരു 7ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന്റെ ഒരു ടേൺ ഓവർ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഒരു സാധാരണ മനുഷ്യൻ ഒരു 10 കോടി രൂപയിലധികം അദ്ദേഹം ബിസിനസ്സിലൂടെ ഉണ്ടാക്കി എന്നുള്ളതാണ്. പല സർക്കാർ ഉദ്യോഗസ്ഥരും സാധാരണ വാഹനങ്ങളിൽ പോകുമ്പോൾ അദ്ദേഹം ഇന്നോവ അതുപോലെ മറ്റ് വാഹനങ്ങളിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും വലിയ സമ്പത്ത് അല്ലെങ്കിൽ വലിയ പ്രോപ്പർട്ടിയൊക്കെ സമ്പാദിക്കുന്ന ആ ഒരു രീതിയിലേക്ക് മാറിയുന്നതാണ്. അപ്പൊ ബിസിനസ്സും ഇതുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. എന്ന് വെച്ച് ജോലിക്കാരെ പുച്ഛിക്കലോ ജോലി മോശമാണെന്നോ എന്നല്ല. നമുക്ക് ജീവിക്കാനായിട്ട് മറ്റു സാഹചര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ ജോലി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്നുള്ള ഒരു കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മുടെ പ്രായത്തിനോ നമ്മുടെ വിദ്യാഭ്യാസത്തിനോ ഒന്നും ഇവിടെ യാതൊരുവിധ പ്രസക്തിയുമില്ല. ചെയ്യാനുള്ള പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ ബിസിനസ്സിലൂടെ വിജയിക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളത് ഒരുപാട് ആളുകൾ തെളിയിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മനോജ് സാറിന്റെ അദ്ദേഹത്തിന്റെ മറ്റ് അക്കാദമിക്കലായിട്ട് അദ്ദേഹത്തിന് അറിവുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നുമല്ല ഇവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രാക്ടിക്കലി അല്ലെങ്കിൽ മനുഷ്യരോട് ഇടപെടുക അല്ലെങ്കിൽ മനുഷ്യരോട് ഈ ആശയങ്ങൾ പങ്കുവെക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം ചെയ്തുകൊണ്ട് ചെറിയ സമയത്തിനുള്ളിൽ വലിയ വരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ള ഒത്തിരി ഉദാഹരണങ്ങൾ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കാണേണ്ടതും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പഠനം ഒരാളുടെയും പൂർത്തിയാവുന്നില്ല. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുക, നമ്മൾ പ്രവർത്തിക്കുന്ന മേഖലയെ കുറിച്ച് കൂടുതൽ പഠിക്കുക എന്നുള്ള. ലോകത്തെ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് പഠിച്ചിട്ട് എനിക്ക് ആ കാര്യം അറിയാം, എനിക്കൊരു മനുഷ്യന്റെ അനാട്ടമിയെ കുറിച്ചറിയാം, മറ്റെല്ലാ വിഷയങ്ങളെ കുറിച്ചൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രവർത്തിക്കുന്ന ഈ മേഖലയിൽ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഈ ഒരു മേഖലയെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ മാഗ്നറ്റിക് തെറാപ്പിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രൊഡക്റ്റുകളുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ കാര്യങ്ങളും എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ബിസിനസ്സിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ബോധ്യത്തിലേക്ക് ഞാനും നിങ്ങൾ ഓരോരുത്തരും എത്തിച്ചേരുമ്പോഴാണ് ഇവിടെ ഈ മേഖലയെ കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ ദിവസം നമ്മുടെ രമേശൻ സാറിന്റെ ഒരു പ്രോഗ്രാം നമ്മുടെ ടീമിന് വേണ്ടിയിട്ട് നമ്മുടെ ഓരോ വ്യക്തികളും ഇപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മനീഷ് സാറ് അദ്ദേഹത്തെ ഈ നമ്മുടെ KBC എന്ന് പറയുന്ന ഈ ഒരു ഓർഗനൈസേഷന് വേണ്ടി പരിചയപ്പെട്ട് നമ്മുടെ മനീഷ് സാറിനോടുള്ള നന്ദിയും സ്നേഹമൊക്കെ അറിയിക്കുകയാണ്. അദ്ദേഹത്തിനെ പോലെയുള്ള ഒരു വ്യക്തിയുടെ മെന്ററിങ്ങിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുന്നത് ഇന്നലത്തെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് അറിയാൻ വേണ്ടി കഴിയും. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എല്ലാം അദ്ദേഹത്തിന്റെ പ്രോഗ്രാമുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഇൻഡസ്ട്രി ഒരു മനുഷ്യത്വമുള്ള അല്ലെങ്കിൽ ഒരു നല്ല വ്യക്തികളാക്കിയിട്ട് ഓരോ മനുഷ്യരെ മാറ്റിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 5:15 മണി മുതൽ ഈ ഒരു സമയം വരെ അദ്ദേഹത്തിന്റെ ഒരു മെന്ററിങ്, അദ്ദേഹത്തിന്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ഒരു സന്തോഷത്തിലാണുള്ളത്. അപ്പൊ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള പ്രോഗ്രാമുകളാണ്. ഇതിന്റെ വാല്യൂ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം. വരുന്ന വ്യാഴാഴ്ച നമ്മുടെ കൊച്ചിയിൽ വെച്ച് നടക്കുന്ന പ്രോഗ്രാമിൽ ഒരുപാട് പേര് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ എണ്ണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമാണ് നമുക്കുള്ളത്. ഇന്നും നാളെയുമായിട്ട് നമ്മൾ അതിന്റെ ബുക്കിംഗ് അവസാനിപ്പിക്കുകയാണ്. അപ്പൊ ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ പങ്കെടുക്കാനായിട്ട് താല്പര്യമുള്ള സ്വയം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇന്നും നാളെയുമായിട്ട് ആ ബുക്കിംഗ് എടുത്തുകൊണ്ട് നമ്മുടെ സീറ്റ് ഉറപ്പിക്കേണ്ടതാണ്. കൊച്ചിയിലും മറ്റു പ്രദേശങ്ങളിലും ഇപ്പൊ പാലക്കാട് എന്നൊക്കെ അടക്കം പല ആളുകളും ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. തൃശ്ശൂരിൽ നിന്ന് കുറെ ആളുകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാ ജില്ലകളിൽ നിന്നും നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി കഴിയുന്ന കൊച്ചിയിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം സെന്റർ വരുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ആളുകൾ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യേണ്ട ആളുകൾ നിർബന്ധമായിട്ടും ഇന്നും നാളെയുമായിട്ട് ബുക്ക് ചെയ്യേണ്ടതാണ്. കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകളല്ലെന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. എനിവേ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തെ കുറിച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ്. ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു സങ്കടകരമായ ഒരു വാർത്ത കേട്ടിട്ടാണ്
എഴുന്നേൽക്കുന്നത് എൻ്റെ ഒരു പ്രിയ സുഹൃത്ത് ഹൃദയാഘാതം മൂലം മരണപ്പെട്ട് ഒരു മണിക്കൂർ മുന്നേ, ഒരു 5 മണിക്കാണ് അദ്ദേഹം മരിച്ചത്. തൊട്ടടുത്ത ഒരു 4 വീട് അപ്പുറത്തെയാണ് ആള് മരിച്ചിട്ടുള്ളത്. അപ്പൊ എനിക്ക് അങ്ങോട്ടേക്കും കൂടി ഒന്ന് പോകേണ്ടതുണ്ട്. ഞാൻ നമ്മുടെ ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹത്തോട് പലതവണ സംസാരിച്ചിട്ടുള്ളതാണ്. അദ്ദേഹത്തിന് ഷുഗർ ഉണ്ടായിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറയുന്ന സമയത്ത് പല ആളുകളും അഡ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം. അപ്പൊ ഈ ഒരു സമയത്ത് അത് പറഞ്ഞ് എന്നുള്ളത്, നമ്മൾ പല ആളുകളോടും സംസാരിക്കുമ്പോൾ, പല ആളുകളും റിജക്റ്റ് ചെയ്യുമ്പോൾ, നമ്മൾ അദ്ദേഹത്തിന്റെ ഒരു ജീവിതം അല്ലെങ്കിൽ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് കിട്ടിയ അതേ അവസരം തന്നെ, അല്ലെങ്കിൽ നമ്മൾ ആളോട് കാണിക്കുന്ന ഒരു കരുതലാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അവരോട് പറയുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് നമ്മൾ മാറി. ഇത്തരം റിജക്ഷനുകൾ, പല റിജക്ഷനുകൾ കേട്ട് പോകുമ്പോ നമ്മൾ വിചാരിക്കും, അയ്യോ എനിക്കിത് കഴിയില്ല, അല്ലോ എനിക്കിത് ജീവിക്കാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ എനിക്ക് ഈ ബിസിനസ് പറ്റില്ല എന്ന് തീരുമാനമെടുത്തിട്ട് നമ്മൾ അവസാനിപ്പിച്ചോളും. നമ്മുടെ മുന്നേ കുറെ ആളുകൾ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. പല ആളുകളെ ഇന്ന് നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇത്തരം റിജക്ഷനുകളാണ്. പക്ഷേ നമ്മളൊരു മനുഷ്യന്റെ 49 വയസ്സ് മാത്രം പ്രായമുള്ള എന്റെ സുഹൃത്താണ്. ഡയറക്ട് സെല്ലിംഗ് മേഖലയിലൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം നമ്മളോട് സംസാരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മയാണ്, എനിക്ക് അദ്ദേഹത്തെ പ്രഷർ ചെയ്യാൻ വേണ്ടി കഴിഞ്ഞില്ലല്ലോ എന്നുള്ള ഒരു ആണ് ഞാൻ നിങ്ങൾ എല്ലാവരും ഉള്ളത് ഒരാളുടെ ലൈഫ് സേവ് ചെയ്യാനാണ്. കാരണം ഒരാൾക്ക് പകരമാകില്ല ഒന്നും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിവേ, ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾക്ക് ആ ഒരു ബോധ്യത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എനിവേ, നമ്മുടെ മിനീഷ് സാറിലേക്ക് നമ്മുടെ ഇത് കൈമാറുകയാണ്. നിങ്ങൾ വളരെ വിലപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം നമുക്ക് പങ്കുവെച്ചു തരുന്നത്. നമ്മുടെ ലൈഫിലും മറ്റൊരുപാട് പേരുടെ ലൈഫിലും മാറ്റമുണ്ടാക്കാൻ കഴിയാവുന്ന ഒരു മഹത്തരമായ അവസരത്തിലാണ് നിങ്ങളും ഞാനും ബന്ധപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും മാറുക എന്നുള്ളത് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരു പ്രോഗ്രാം കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട മിനീഷ് സാറിനെ സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. മിനീഷ് സാർ, താങ്ക് യു സോ മച്ച്. ഞാൻ ഈ ബിസിനസ്സിലേക്ക് എന്നെ അറിയാത്ത ആളുകൾ ചിലപ്പോൾ ഇതിനകത്ത് ഉണ്ടാവും. നമ്മളിപ്പോ 148 ആളുകളാണ്. ആദ്യം നമുക്കൊരു ടാസ്ക്, ഇന്നലെ ഒരു ടാസ്ക് പറഞ്ഞിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യാ, എങ്ങനെ ഏറ്റെടുത്തെന്നോ എന്ത് ചെയ്തെന്നോ സ്വയം ചോദിക്കോ. പക്ഷെ ഇപ്പൊ 6:20 6:25 വരെ നമ്മള് ഒരു ടാസ്ക് എടുക്കാൻ പോകണം. ഇന്നലെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് ഇന്ന് ജോയിൻ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ ഉറങ്ങുന്നുണ്ടാവും. നിങ്ങളെ ഫോൺ എടുക്കുക, ജസ്റ്റ് അവരെ വിളിക്കുക, ജോയിൻ ചെയ്യുന്നുണ്ടോ, പ്രോഗ്രാം തുടങ്ങാൻ പോകുക എന്ന് പറയാം. ജസ്റ്റ് ഒരു ചെറിയ നിങ്ങളെ കൊണ്ടാവുന്ന ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള ഒരു കാര്യം, ഒരു 4-5 ആൾക്കാരെ ഇപ്പൊ വിളിക്കുക 5 മിനിറ്റ് കൊണ്ട് എല്ലാരും. ഓക്കെ, ഞാൻ വിളിക്കും. ഓക്കെ, 6:25 നമ്മൾ ഈ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ നോക്കാൻ, അല്ലെങ്കിൽ എങ്ങനെ നമ്മളോട് റെസ്പോൺസ് ചെയ്യുന്നുണ്ട് ആളുകൾ എന്ന് നോക്കാൻ. ഓക്കെ, ഡൺ. ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി ക്ലിയർ ആണോ സൗണ്ട് സാറേ? ഓക്കെ. ഇപ്പൊ അഭിലാഷ് സാറ് സംസാരിച്ചെടുത്ത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യാം. ഞാൻ ഈ ബിസിനസ് ഏറ്റെടുക്കുന്ന സമയത്ത് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് എന്റെ സുഹൃത്തായ പവിത്ര സാറാണ്. പവിത്ര സാറ് ഈ ബിസിനസ് ഏറ്റെടുക്കാനുള്ള കാരണം, ശരിക്കും അദ്ദേഹം ബിസിനസ് അല്ല ഏറ്റെടുത്തത്, ഈ ഒരു മാഗ്നറ്റിക് തെറാപ്പി എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സാണ് ഏറ്റെടുത്തത്. ബിസിനസ്സിലേക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ശരിക്കും കടന്നു വരുന്നത്. പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള 2-3 BOP അറ്റൻഡ് ചെയ്ത ശേഷമാണ് അദ്ദേഹം ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നത്. അദ്ദേഹം പലപ്പോഴും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, നമ്മൾ ഇത് ജനങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നാളെ നമുക്കൊരു കുറ്റബോധം ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ജനങ്ങളെ അറിയിക്കണം. ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ട് സംസാരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് എടുത്തു. അതിനുശേഷം ഞങ്ങൾ ബിസിനസ് തുടങ്ങുന്നത് പുറമേരി പഞ്ചായത്തിന്റെ കമ്മ്യൂണിറ്റി ഹാളിൽ ഏകദേശം 200ഓളം ആളുകളെ ക്ഷണിച്ച് മനോജ് സാറിനെയും ഷായ് സാറിനെയും പോലുള്ള ലീഡേഴ്സിനെ കൊണ്ടുവന്ന് ഇതിനെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിവിടെ പറയാൻ എന്താ കാരണം വെച്ചാല്, ഞങ്ങൾ പറഞ്ഞ കുറെ ആളുകൾ ഇപ്പൊ ഈ ഭൂമിയിലില്ല. പക്ഷെ 1% പോലും ഒരു പാശ്ചാത്യ കുറ്റബോധം ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ല എന്നുള്ളതാണ്.
അതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങളും. ഇത് ബിസിനസ് എന്നതിനപ്പുറത്ത് ഇതൊരു എന്താ പറയാ, ഒരാളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്ന, നമ്മൾ മരിക്കില്ല എന്നല്ലല്ലോ അതിന്റെ അർത്ഥം. മരണമൊക്കെ ഓക്കെ ഒരു ഭാഗത്തുണ്ടാവും, പക്ഷെ നമ്മളായിരിക്കും പലരുടെയും ലൈഫിൽ ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലെ. അപ്പോ ഇതില് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊടുക്കേണ്ടത്, ഇത് ദൈവം തൊട്ട പ്രൊഡക്റ്റ് എന്നുള്ളത് മാറ്റിവെക്ക്. ഓക്കെ, നിങ്ങളെല്ലാവരും ഞാൻ അടങ്ങുന്നത് ദൈവത്തിന്റെ സന്തതികളാണ് എന്ന് വിശ്വസിക്കുന്നതായിരുന്നു നമ്മൾ പലരും. 95%, 5% ആളുകൾ എല്ലാവരെയും വിശ്വസിക്കുന്നത്. വിശ്വാസം എന്താണെങ്കിലും നിരീശ്വരവാദികളാണെങ്കിലും ഈശ്വര വിശ്വാസികളാണെങ്കിലും അവർക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള സ്വഭാവം മറ്റുള്ളവരെ സഹായിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളത് ഒരു കോമൺ സ്വഭാവമായിരിക്കും. മനുഷ്യനാണെങ്കിൽ അങ്ങനെ ആയിരിക്കുന്നതാ. അപ്പൊ അതിൽ മാത്രം ഉൾപ്പെടുത്തിയാൽ മതി. എല്ലാ ദിവസവും നമ്മൾ കുറച്ച് ആളുകളോട് പറയാം. ചിലപ്പോൾ നിങ്ങൾ വഴിയേ പോകുന്ന സമയത്ത് പറഞ്ഞ ഒരാളുടെ ലൈഫിലായിരിക്കും ഏറ്റവും കൂടുതൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മൾ പല എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പോൾ കേൾക്കുന്നതാണ്. റസാഖ് സാറൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്, ഇൻസ്റ്റന്റ് റിലീഫ് കിട്ടിയ, യാത്രയിൽ കിട്ടിയ അനുഭവങ്ങളൊക്കെ. ഇത് പറയാന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അത് ഈ ഒരു വാർത്ത ഇപ്പൊ രാവിലെ സാർ പറഞ്ഞതോട് പറയാണ്. അദ്ദേഹം അത് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് അദ്ദേഹത്തിനുള്ള വിഷമം ഇതിനേക്കാൾ ഇരട്ടിയാവുക. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോകാം. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾ കുറെ ആളുകൾ വിളിച്ചിട്ടുണ്ടാവും, വന്നിട്ടുണ്ടാവില്ല. കുറെ ആളുകൾ വന്നിട്ടുണ്ടാവും. ഇന്നലെ വന്ന കുറെ ആളുകളില്ല, ഇന്ന് പുതിയതായിട്ട് വന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. അപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി എന്നെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് മിനീഷ് എന്നാണ്. സ്ഥലം കോഴിക്കോട് ജില്ലയിൽ വടകരക്കടുത്ത് പുറമേരി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്താണ്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്, വിളിച്ചു എടുത്തില്ല എന്ന് പറഞ്ഞിട്ട് രതീഷ് സാറ്, ഞാനും വിളിച്ചു, ഞാൻ വിളിച്ച ആളുകൾ എടുത്തിട്ടില്ല. അതിനല്ല, വിളിച്ച് ജോയിൻ ചെയ്യിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളെ പ്രോസസ്സ് ചെയ്തത്. നമുക്കൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു, അത് എന്ത് ചെയ്തു, മാറിക്കിട്ടി എന്നുള്ളതാണ്. ചെയ്ത ആളുകൾക്ക് അറിയാം അതിന്റെ ഗുണം. ചെയ്യാത്ത ആളുകൾക്ക് ഈ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞിട്ട് അവരെ ഒന്ന് വിളിക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ് ആ വിളിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. നമ്മളൊരാളെ കെയർ ചെയ്യാൻ പഠിക്കുകയാണ്. നമ്മളൊരാളെ എന്താ പറയാ, നമ്മളിവിടെ നല്ല കാര്യത്തിനല്ലേ ഒരാളെ വിളിക്കുന്നത്, അല്ലാതെ മോശം കാര്യത്തിനല്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു സൂം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഞാനിവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന ഒരാളല്ല, അതിന് യോഗ്യനല്ല എന്ന് 100% വിശ്വസിക്കുന്ന ആളാണ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അത് എന്തിനാ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്നോട് പറയുകയാണ്, എന്നെ പഠിപ്പിക്കുകയാണ് നിങ്ങളിലൂടെ. അത് മാത്രം വിചാരിക്കുക, കാരണം എന്നേക്കാൾ സീനിയറായ, എന്നേക്കാൾ അച്ചീവേഴ്സ് ആയ ലീഡേഴ്സ് ഒക്കെ ഇതിനകത്ത് ഇരിക്കുന്നുണ്ട്. നമ്മള് മദ്യപാനം ഉള്ള ഞാൻ, മദ്യപാന ശീലമുള്ള ഞാൻ, അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ഞാൻ, കഞ്ചാവ് വലിക്കുന്ന ഞാൻ, ഇത് നിർത്തണമെങ്കിൽ ഏറ്റവും നല്ലത് 10 പേരോട് ഇത് കഴിക്കരുത്, കുടിക്കരുത്, വലിക്കരുത് എന്ന് പറയുന്നതാണ്. അപ്പൊ ഞാനൊന്ന് മാറാൻ വേണ്ടി ഞാനിവിടെ ശ്രമം നടത്തുവാണ്. അത്രേ ഇതിനെ കാണേണ്ട ആവശ്യമുള്ളൂ. ക്ലിയർ? സത്യസാധി ചിരിക്കുന്നുണ്ട്, അത് ചിരി കണ്ടാൽ അറിയാം. ക്ലിക്ക്. ഓക്കെ, ഈ സ്ക്രീന് കാണുന്നുണ്ടോ അഭിലാഷ് സാറേ? കാണുന്നു സാർ. ഓക്കെ, താങ്ക് യു സാർ. ഇപ്പം ചോദ്യം ഇത്രയേ ഉള്ളൂ, ആർ യു റെഡി? എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ്. നമ്മൾ റെഡിയായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇതിലൂടെ എന്തെങ്കിലുമൊക്കെ നേടാൻ പറ്റൂ. ഒരു മനുഷ്യൻ അന്ന് ഈ ഒരു ചോദ്യം സ്വയം ചോദിച്ച് ഏറ്റെടുത്തപ്പോഴാണ് കേരളത്തിൽ ബയോട്ടോറിയം വന്നത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇന്നും ബയോട്ടോറിയം കേരളത്തിൽ എത്തില്ല അല്ലെ. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു വഴികാട്ടി തന്ന മനോജ് സാറിന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നുള്ള ഒരു നന്ദി നമുക്ക് തമ്പായിട്ടും അതേപോലെ ലവ് ആയിട്ടും ലവ് ചിഹ്നമൊക്കെ ആയിട്ട് നിങ്ങൾ ഡിജിറ്റലായിട്ട് നമുക്ക് ആദ്യം തന്നെ കൊടുത്തേക്കാം. കാരണം അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ അദ്ദേഹത്തിന് നിർബന്ധിച്ച സാഹചര്യങ്ങൾ പലതായിരിക്കും. അദ്ദേഹത്തിന്റെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളായിരിക്കും, ശാരീരികമായ അസ്വസ്ഥതകളായിരിക്കും. പക്ഷെ അദ്ദേഹം ഇതിന്റെ പിന്നിലുള്ള ബിസിനസ് കണ്ടു, ബിസിനസ് പ്ലാൻ മനസ്സിലാക്കി, ഇതിനെ ഏറ്റെടുത്ത് വീട്ടിലിരുന്നില്ല. അണ്ടിപ്പരിപ്പും കാപ്പിയും ബിയറും അടിച്ചുകൊണ്ട് വീട്ടിലിരുന്നില്ല. മറ്റേ അമേരിക്കയിലുള്ള ആൾ കഥ പറയുന്ന പോലെ, നിങ്ങൾക്ക് ഒരു ചാമ്പ്യൻ ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഫീൽഡിലേക്ക് ഇറങ്ങണം. പക്ഷെ നിങ്ങളടങ്ങുന്ന ആളുകളിൽ എത്ര പേര് ചാമ്പ്യൻ ആയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് നമ്മൾ 1 കോടി വാങ്ങിയില്ല എങ്കിൽ എന്നെ പോലെ തന്നെയാണ് നിങ്ങൾ.
അതുകൊണ്ട് തന്നെ വളരെ വ്യക്തമായിട്ട് പറയാം, മനോജ് സാറിനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി ആൾക്കാർ ആരും ഇതുവരെ റെഡി ആയിട്ടില്ല എന്നതാണ്. എപ്പോഴാണ് നമ്മൾ ഇതിനോട് സീരിയസ് ആവുന്നത് അന്ന് മുതൽ നമ്മുടെ ലൈഫിൽ ചേഞ്ച് വരും. മനോജ് സാർ സീരിയസ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ എഫേർട്ടിന്റെ 110% ഇട്ടപ്പോഴാണ് 10 മാസം കൊണ്ട് 1 കോടി കിട്ടിയത്. 100% അല്ല. 100% ഇട്ട് കഴിഞ്ഞാൽ 12 മാസം മതിയാവില്ല അന്ന് 1 കോടി നേടാൻ വേണ്ടിയിട്ട്. അപ്പോ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ റെഡിയാണോ എന്നുള്ളത് എന്നോട് പറയാറില്ല. നിങ്ങൾ അവനവന്റെ മനസ്സിൽ എന്ത് ചെയ്യുക, ഈ ഒരു റെഡിനെസ് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ചെയ്യും, ഞാൻ നേടും എന്നുള്ള ഒരു തീരുമാനം ഇപ്പൊ എടുത്തു കഴിഞ്ഞിട്ട് ആ തീരുമാനം എടുത്ത ആൾക്കുള്ളതാണ് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നുള്ളത്. വെറുതെ കേട്ടിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പൊ ആദ്യം നമ്മൾ വീഴാൻ പോകുന്ന ഭാഗങ്ങള് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ വിജയിക്കാൻ പറ്റുക. സ്റ്റെപ്പ് ഉണ്ട്, ശ്രദ്ധിക്കണം. കുഴിയുണ്ട്, ശ്രദ്ധിക്കണം. ഹമ്പുണ്ട്, ശ്രദ്ധിക്കണം എന്നൊക്കെ ബോർഡ് വെക്കുന്നത് എന്തിനാ വെച്ചാല് ഹമ്പ് ചാടാനോ കുഴിയിൽ വീഴാനോ അല്ല, വീഴാതിരിക്കാനാണ് അല്ലെ. അതേപോലെ തന്നെ പീപ്പിൾ ഫെയിൽ ഇൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഡ്യൂ ടു, ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് പരാജയപ്പെടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, ഒന്ന് അൺറിയലിസ്റ്റിക് എക്സ്പെക്ടേഷൻ. ഇവിടെ വന്ന് മെനി പീപ്പിൾ ട്രീറ്റ് ഇറ്റ് ആസ് എ ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം എന്ന് പറയാം. ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം എന്ന് പറഞ്ഞാൽ വന്ന ഉടനെ പൈസ വാങ്ങിയിട്ട് പോകാം. അങ്ങനെ ചിന്തിച്ചു വരുന്ന ആളുകളാണ് ബഹുഭൂരിപക്ഷവും. ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ട് ഇതിലൂടെ വരുമാനം ഉണ്ടാക്കാൻ, എന്റെ സ്വന്തം ബിസിനസ് ആണ്, ഞാനൊരു 5 വർഷമോ 10 വർഷമോ അല്ലെങ്കിൽ 25 വർഷമോ എനിക്ക് ആയുസുള്ള കാലത്തോളം ആരോഗ്യമുള്ള കാലത്തോളം ഞാൻ ഈ ബിസിനസ് ചെയ്യും എന്നുള്ള മൈൻഡ് സെറ്റോട് കൂടി ഒരു നല്ല കമ്പനി സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈഫിൽ സക്സസ് ആണ്. അപ്പൊ ആളുകൾ പരാജയപ്പെടുന്നതിന്റെ കാരണം എന്താണ്? പെട്ടെന്ന് പൈസ കിട്ടും, ഇന്ന് പൈസ ഇട്ട് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വരുമാനം കിട്ടും എന്നൊക്കെ വിചാരിച്ചിട്ട് ബയോട്ടോറി ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾ പാതി വഴിയിൽ ഇത് ഉപേക്ഷിച്ചു. 2 ലാക്ക് ഓഫ് കമ്മിറ്റ്മെന്റ് ആണ്, പ്രതിബദ്ധതയുടെ കുറവാണ്. പ്രതിബദ്ധത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കും എന്ന് അവനവനോട് പറയുന്ന സമയത്താണ് അതിന് പ്രതിബദ്ധത എന്ന് പറയാം. നാട്ടുകാരോട് പറയുമ്പോഴല്ല. ഒരുപാട് ആളുകളുണ്ട്, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, ആളുകളോട് പറയും, എന്നിട്ട് അയാൾ കിടന്നുറങ്ങും. അതിനല്ല പ്രതിബദ്ധത എന്ന് പറയാം. നമ്മളൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ച് എപ്പോഴാണോ നമ്മൾ മനസ്സുകൊണ്ട് തീരുമാനിക്കുന്നത് ആ സമയത്ത് ഇനീഷ്യൽ എക്സൈറ്റ്മെന്റ് ഓഫൺ ഫെയ്ഡ്സ്, തുടക്കത്തിലുള്ള ആവേശമൊക്കെ മെല്ലെ മെല്ലെ കുറഞ്ഞു പോകും. The people fail to work the business concern, treating it more like a hobby. ഒരു ഹോബി പോലെ കുറെ ദിവസം ഫുട്ബോൾ കളിക്കാൻ പോകും, കുറെ ദിവസം ക്രിക്കറ്റ് കളിക്കാൻ പോകും, കുറെ ദിവസം നീന്താൻ പോകും, കുറെ ദിവസം രാവിലെ നടക്കാൻ പോകും. അങ്ങനെയുള്ള ഒരു കമ്മിറ്റ്മെന്റ് അല്ല വേണ്ടത്. നിങ്ങൾക്ക് ഒരു ദൃഢതയുള്ള കമ്മിറ്റ്മെന്റ് വേണം. ആരൊക്കെ വിട്ടുപോയാലും ഞാൻ ഈ ബിസിനസ് ചെയ്യും എന്ന് പ്രതിജ്ഞ എടുത്ത് ഒരുപാട് ആളുകൾ ടീമിൽ നിന്ന് വിട്ടുപോയപ്പോഴും ബിസിനസ് ചെയ്യുന്ന ലീഡേഴ്സ് ഇപ്പൊ എന്റെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. അതാണ് കമ്മിറ്റ്മെന്റ് നടന്നത്. അപ്പൊ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കമ്മിറ്റ്മെന്റോട് കൂടി പ്രതിബദ്ധതയോടുകൂടി ചെയ്യുക. ആ പ്രതിബദ്ധത കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? തോറ്റുപോകും. നോട്ട് ഡൂയിങ് ദ വർക്ക്, നമ്മളെ പോലെ ഞാനും നിങ്ങൾ അടങ്ങുന്ന ആളുകൾ പണിയെടുക്കില്ല. നെറ്റ്വർക്ക് മാർക്കറ്റിലേക്ക് വരും, ബയോടൂറിസത്തിനെ കുറിച്ച് കവല പ്രസംഗം വരെ നടത്തും, പക്ഷെ ഫീൽഡിൽ പോയിട്ട് പണിയെടുക്കില്ല. ഇങ്ങനെയുള്ള ആളുകൾ തോറ്റുപോകും. 4മത്തത് ഗിവിങ് അപ്പ്, ഉപേക്ഷിക്കുക. ഈ 4 കാര്യങ്ങൾ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു വ്യക്തി നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ പരാജയപ്പെട്ടു പോകുന്നത്. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ഞാനും നിങ്ങളും ഇങ്ങനെയൊക്കെയുള്ള ആളുകളായിരിക്കും ചിലപ്പോ, പക്ഷെ നമുക്കൊന്ന് മാറിക്കൂടെ? ആ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സർക്കസ് ഒക്കെ കളിക്കുന്നത്. രാവിലെ 6 മണിക്ക് 4 ലക്ഷം ആളുകൾ കേരളത്തിൽ പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ 250 ആളുകൾ സൂം കയറുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഈ 250 ആളുകളും ഈ കാറ്റഗറി അല്ല എന്നുള്ളതാണ്. നമ്മൾ ഓരോരുത്തരും റിയലിസ്റ്റിക് ആയുള്ള എക്സ്പെക്ടേഷൻ നമുക്ക് കിട്ടും, 1 കോടി കിട്ടും എന്നുള്ളത് അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മാസം 30,000, 40,000, 60,000 കിട്ടും എന്നുള്ളത് ഒരു ദൃഢമായ ഒരു വിശ്വാസമായി ആ ഒരു വരുമാനത്തിന് വേണ്ടി പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ ഒരു സ്ഥിരമായിട്ട് നമ്മൾ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളെക്കാളും കഴിവും കപ്പാസിറ്റി ആളുകൾ നമ്മളെ കൂടെ വന്നു ചേരും. 100% ഉറപ്പാണ്. അത് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. പല ലീഡേഴ്സിന്റെ കൂടെയും നല്ല പുതിയ ലീഡേഴ്സ് കയറി വരുന്നില്ലേ? അതിൽ പലരും നിങ്ങളുടെ വൺ സൈഡ് അല്ലേ? മനസ്സിലാകുന്നുണ്ടോ? നമ്മളെ ട്രീ എപ്പോഴും മനസ്സിലുണ്ട്. ഇതൊരു ബിസിനസ് മീറ്റിംഗ് ആണ്, ഇതൊരു ബിസിനസ് പ്രോഗ്രാം ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സെൻസിൽ എടുക്കണം. ഇവിടെ മോട്ടിവേഷൻ കിട്ടിയിട്ടൊന്നും കാര്യമില്ല ആളുകൾക്ക്.
നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ അപ്ലൈൻ കൊണ്ടുവരുന്ന ഒരാളാണെങ്കിലും, നിങ്ങൾ കൊണ്ടുവരുന്ന ആളാണെങ്കിലും, നിങ്ങൾ ഡൗൺലൈൻ കൊണ്ടുവരുന്ന ആളാണെങ്കിലും, നിങ്ങളുടെ ഒരു ട്രീയുടെ വൺ സൈഡിലായിരിക്കും എപ്പോഴും ആളുകൾ വരും അല്ലെ. ആ സമയത്ത് ഇപ്പോ 1 ലക്ഷം, 5 ലക്ഷം, 10 ലക്ഷം, 1 കോടിയും 5 കോടിയും 10 കോടിയും ഒക്കെ പവറുള്ള ആളുകൾ ഈ ഗ്രൂപ്പ് തന്നെ ചിലപ്പോൾ ഉണ്ടാവാം. നിങ്ങളൊന്ന് ഐഡിയ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്ക്. നിങ്ങളുടെ പലരുടെയും PV ഒരു 100 PV എങ്കിലും അവിടെ ക്യാരി ഫോർവേഡ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ IDക്ക് താഴെ ബിസിനസ് നടക്കുന്നുണ്ടെന്നല്ലേ. അപ്പൊ അന്ന് നടന്ന ആ പ്രോസസ്സിനെ ഒന്നും കൂടി എന്ത് ചെയ്താൽ മതി, സ്പീഡപ്പ് ആക്കിയ പോലെ നമുക്ക് വിജയിക്കാൻ. വളരെ സിമ്പിൾ ആയ ബിസിനസ് ആണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്. ക്ഷമ വേണമെന്നേ ഉള്ളൂ. പുവർ ബിസിനസ് സ്കിൽസ് ആൻഡ് ട്രെയിനിങ് എന്നാണ് ഏറ്റവും വലിയ പ്രശ്നം. ടീമിൽ ട്രെയിനിങ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ഡൗൺ ആവും. ട്രെയിനിങ്, എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കണം ടീമിൽ? ഇത് പലരും ലീഡേഴ്സ് ആണ്, അതുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത്. എന്നുവെച്ചാല് തന്റെ കൂടെ വന്ന ആളുകൾ പല മേഖലയെന്നായിരിക്കും. അവര് ഡ്രൈവറായിട്ട് ജോലി ചെയ്ത് അതിൽ വിജയിച്ച ആളുകൾ നമ്മളെ കൂടെ വരും. സ്കൂൾ ടീച്ചേഴ്സായി അതിൽ വിജയിച്ച റിട്ടയർഡ് ആയ ആളുകൾ നമ്മളെ കൂടെ വരും. അല്ലെങ്കിൽ ഇപ്പൊ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ നമ്മളെ കൂടെ വരും. പോലീസ് ഓഫീസേഴ്സ് നമ്മളെ കൂടെ വരും. മിലിറ്ററി ഓഫീസേഴ്സ് നമ്മളെ കൂടെ വരുന്നു. റിട്ടയർഡ് ആയതും ലൈവ് ആയതും ഒക്കെ വരുന്നുണ്ടാവും. ഡോക്ടേഴ്സ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നു. അതേപോലെ പല മേഖലകളിൽ കഴിവ് തെളിയിച്ച ബിസിനസ്സുകാര്, പല മേഖലയിൽ കഴിവ് തെളിയിച്ച ആളുകൾ നമ്മുടെ കൂടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഉപയോഗിച്ചത് കൊണ്ട് ഇത് നല്ലതാണെന്ന് തോന്നി അവര് ബിസിനസ് ആയിട്ട് ഏറ്റെടുക്കാൻ മനസ്സുകൊണ്ട് തയ്യാറായി നമ്മളെ കൂടെ വരുമ്പോ നമ്മുടെ ടീമിൽ ട്രെയിനിങ് ഇല്ലാതാകുന്ന സമയത്ത് എന്ത് ചെയ്യും? അവർക്ക് ഇത് അറിയില്ല, ഈ മേഖല എന്താണ്, എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതുള്ളത്. അപ്പൊ അത് അവരെ കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ, പഠിപ്പിച്ചു കൊടുക്കാൻ ടീമിൽ എല്ലാ മാസവും ഒരു NDOP ഉണ്ടാവും എന്ന് ഉറപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെ ആവശ്യമാണ്. BOPകള്, നമ്മുടെ ടീമിന്റെ BOPയും അതേപോലെ KBCയുടെ BOPകളും എല്ലാ മാസവും നടക്കണം ജില്ലകളിൽ എന്നുള്ളത് നമ്മുടെ തീരുമാനമായിരിക്കണം. എന്റെ ടീമിൽ മാസത്തിൽ ഒരു RTP എങ്കിലും നടത്തുമെന്ന് അവനവൻ തീരുമാനിക്കണം. ഈ RTP കഴിഞ്ഞ ആളുകളെ ഒരു അഡ്വാൻസ് ലെവല് ലീഡർഷിപ്പ് ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് ഒരു 3 മാസം കൊണ്ടെങ്കിലും പങ്കെടുപ്പിക്കണം എന്നുള്ളത് ആ ലീഡറുടെ തീരുമാനമായിരിക്കണം. ഇങ്ങനെ ഒരു സിസ്റ്റത്തിലൂടെ പോകുന്ന സമയത്ത് കേരളത്തിൽ എല്ലാ ജില്ലകളിലും നമുക്ക് തുടക്കത്തിൽ തന്നെ ടീമുണ്ടാവും. എല്ലാ ജില്ലകളിലും ടീമുണ്ടാവും. ആ ടീമിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ വിജയങ്ങൾ നേടും. കാരണം മനോജ് തൃപ്പൂണിത്തറ എന്ന് പറയുന്ന മനുഷ്യൻ ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു പ്രസ്ഥാനം. മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് അദ്ദേഹം നേരിട്ട അതേ പ്രതികൂലമായ കാലാവസ്ഥയിലാണ് അദ്ദേഹം ഈ ബിസിനസിനെ വളർത്തുന്നത്. ഇന്ന് 14 ജില്ലകളിലും ജില്ലക്ക് പുറത്തും അദ്ദേഹത്തിന് ബിസിനസ് വളർത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ സാഹചര്യം മാറി. നിങ്ങൾക്ക് എടുത്തു കാണിക്കാൻ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ ഓരോ പഞ്ചായത്തിലും ഒന്നെങ്കിലും ഉണ്ട് ഇപ്പോ അല്ലെ. വരുമാനം നേടിയ ആളുകള് 100 കണക്കിന് 1000 ആളുകൾ ഇവിടെ ഉണ്ട്. പ്രോഗ്രാം സെന്ററിലൊക്കെ വന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. 1 ലക്ഷം മുതൽ 1 കോടി വരെ വാങ്ങിച്ച ആളുകൾ എല്ലാ ജില്ലകളിലും ഉണ്ട് ഇപ്പോ. ഇത്രയും സാഹചര്യങ്ങൾ നമുക്ക് പോസിറ്റീവായി അനുകൂലമായിട്ട് കയ്യിൽ കിട്ടിയിട്ട് മറ്റുള്ള എല്ലാ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ പ്ലാനിനെയും തച്ചുടച്ചുകൊണ്ട് ഒരു eBioTOR എന്ന് പറയുന്ന കമ്പനി അതിന്റെ പ്ലാന് അത്രയും എന്താ പറയാ ഉദാത്തമായ ഒരു ബിസിനസ് പ്ലാനും കൊണ്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടും നമ്മൾ സീരിയസ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ തോറ്റുപോകും. 100% തോറ്റുപോകും. ഇവനെന്താ രാവിലെ നെഗറ്റീവ് അടിക്കുന്നത് ചിന്തിക്കരുത്. കാരണം നമ്മൾ കയ്യിൽ നിന്ന് ഇത് പോകുമ്പോ ഇത് നഷ്ടപ്പെടുമ്പോഴേ ഇതിന്റെ ഒരു വാല്യൂ മനസ്സിലാക്കും. എന്നെ സംബന്ധിച്ചിട്ട് ഇതെന്റെ ലൈഫാണ്. അഭിലാഷ് സാറിനെ സംബന്ധിച്ച് ഇത് ലൈഫാണ്. അതേപോലെ തന്നെ റസാഖ് സാറിനെ സംബന്ധിച്ച് ലൈഫാണ്. ഇതിലിരിക്കുന്ന എനിക്ക് പേരെടുത്ത് അറിയുമ്പോൾ സത്യ സാർ, ഇത് അവരുടെ ലൈഫാണ്. നിങ്ങൾ ഓരോരുത്തരുടെയും ലൈഫാണ് ഇത് എന്ന് വിശ്വസിക്കുന്നത്. വിഷ്ണു സാറ്, വിപിൻ സാറ്, ഡാനി സാറ്, ഈ ഇരിക്കുന്ന ഈ ഗ്രൂപ്പിൽ ആരൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടോ അവരുടെയൊക്കെ ലൈഫാണ് eBioTOR എന്നുള്ളത് അത് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറയുന്നത് കറക്റ്റായി മനസ്സിലാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇത് സൂമായത് കൊണ്ട് ഇതിന് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ അതേപോലെ തിരിച്ചറിയണം, എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ വന്നവന്റെ ജീവിതമാണ് ഇത് എന്നുള്ളത്. കാരണം മറ്റുള്ള പല മേഖലകളിലും തോറ്റിട്ടായിരിക്കും eBioTOR എന്ന് പറയുന്ന ബിസിനസ്സിലൂടെ വിജയിക്കാൻ വേണ്ടി നിങ്ങളെ കൂടെ ആള് വരുന്നത്. അപ്പൊ അവരെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരും ധാർമ്മിക ഉത്തരവാദിത്തം കൂടിയാണ്. അതിനാണ് ടീമിൽ ട്രെയിനിങ് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത്. അല്ലാതെ കുറെ ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ബലി കൊടുക്കാൻ വേണ്ടിയിട്ടല്ലോ ഈ ട്രെയിനിങ് നടത്തുന്നത്. അവരുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തി അവരെ
ഫീൽഡിലേക്ക് ഇറങ്ങി അവരുടെ റിക്രൂട്ട്മെന്റ് നടത്തുന്ന സമയത്ത്, അവരുടെ സെയിൽസ് ക്ലോസിംഗ് നടത്തുന്ന സമയത്ത്, അവരുടെ കൂടെ ആളുകൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടാവും വരുമാനം വരുമ്പോൾ. ആ വരുമാനത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബിസിനസ് ഒക്കെ ചെയ്യുന്നത്. ഇതൊരു പീപ്പിൾ ബിസിനസ് ആണ്. നിങ്ങൾ ടീമിലേക്ക് വന്ന ആളുകൾക്ക് എന്തൊക്കെ ട്രെയിനിങ് കൊടുക്കണമെന്ന് വെച്ചാൽ ആ ട്രെയിനിങ് നമുക്ക് കുറച്ച് കഴിഞ്ഞ അടുത്ത സൈഡ് പറയാം. അപ്പൊ മിനിമം അവർക്ക് സെയിൽസ് ക്ലോസിംഗുമായി ബന്ധപ്പെട്ടുള്ള ട്രെയിനിങ്ങുകൾ, മാർക്കറ്റിംഗുമായി ബന്ധപ്പെട്ട സ്ട്രാറ്റജികൾ, അതേപോലെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു ഷെഡ്യൂൾ, ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം. ലാക്ക് ഓഫ് പ്ലാന് പരാജയപ്പെടാനുള്ള അടുത്ത കാരണം നിങ്ങളുടെ സ്ക്രീൻ വായിക്കാൻ പറ്റും. നിങ്ങളുടെ വ്യക്തമായ ഒരു വിഷൻ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് മാറിപ്പോകും. അപ്പോഴാണ് നമുക്ക് വേറെ വന്നൊരു ക്രിപ്റ്റോ കറൻസി ഉണ്ട്, 10,000 രൂപ മതി ബയോട്ടെ കൈ കൊടുത്തു പോകുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത 1,500 നേരം കുറെ ടീം ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളടുത്ത് വന്ന് കാണും. അപ്പൊ അങ്ങോട്ടേക്ക് ഇടാൻ തോന്നുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഇവിടെ കോൺഫിഡൻസ് ഇല്ല. ബയോട്ടോറിയം ഭയങ്കരമാണ്, പ്രൊഡക്റ്റ് ഗംഭീരമാണ്, കമ്പനി ഗംഭീരമാണ്, ഇൻകം പ്ലാൻ ഗംഭീരമാണ്. ആരാ ഗംഭീരല്ലാത്ത? ഞാനാണ്. ആ തിരിച്ചറിവില്ല. ഞാനാണ്, എന്റേതാണ് കുഴപ്പമെന്ന് തിരിച്ചറിയുന്ന സമയത്ത് മാറൂലോ. അതാണ് ഇവിടുത്തെ പ്രശ്നം. അപ്പൊ എന്ത് ചെയ്യും? ട്രെയിനിങ്, പൂർ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്കില്ല്, ലാക്ക് ഓഫ് പ്ലാനിങ്. ഇത് മൂന്നും ഇത് എന്താ പറയുക, ട്രെയിനിങ്ങിന്റെയും സ്കില്ലിന്റെയും പ്ലാനിന്റെയും വിഷന്റെയും അഭാവം നിങ്ങളുടെ ടീമിനെ നശിപ്പിക്കും. ദേ ഡോണ്ട് ഡു ഇൻകം പ്രൊഡ്യൂസിങ് ആക്ടിവിറ്റീസ്. ഏറ്റവും ഇമ്പോർട്ടന്റ്, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. ദേ ഡോണ്ട് ഡു, അവർ ചെയ്യില്ല. ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരേ ആക്ടിവിറ്റിയും ചെയ്യില്ല. സൂമ് കയറും രാവിലെ 6 മണിക്ക്, തള്ളും ഭയങ്കരമായിട്ട്. എന്നെ കൊണ്ട് അവിടെ മാറുന്നുണ്ടോ? നിങ്ങളെ കൊണ്ടല്ല, എന്നെ കൊണ്ട് ഭയങ്കരമായിട്ട് തള്ളും. പ്രോഗ്രാം സെന്ററിൽ ഭയങ്കര ഇൻസൈഡ് ആക്കി പുതിയ ഷൂവും കോട്ടും ഒക്കെ ഇട്ട് വരും. ഫീൽഡിൽ പോകില്ല, പണിയെടുക്കില്ല, ടീം ചത്തുപോകും. മാക്സിമം പോയ 1 വർഷം, പിന്നെ ടീം ഉണ്ടാവില്ല. അതേത് 5 ലക്ഷം കിട്ടിയ ലീഡർ ആണെങ്കിലും 10 ലക്ഷം കിട്ടിയ ലീഡർ ആണെങ്കിലും 50 ലക്ഷം കിട്ടിയ ലീഡർ ആണെങ്കിലും ടീം ഉണ്ടാവില്ല. തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സൈഡ് എം ടി ആയിരിക്കും. കുറെ ആൾക്കാരുടെ ഒരു സൈഡ് ഇപ്പോഴും എം ടി ആയിക്കൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? പവർ വന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞു നോക്കാത്ത കുറെ ആളുകൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലുണ്ട്. ബയോട്ടോറിയത്തിൽ ഉണ്ടോ എന്നുള്ള എനിക്ക് അറിയില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങളെ കുറിച്ചാണ്, എന്നെ കുറിച്ചാണെന്ന് ചിന്തിക്കരുത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലുണ്ട്. പവർ അങ്ങനെ പോകുന്ന സമയത്ത് പിന്നെ അവരവിടെ കയറിയില്ല. കാരണം വെറുതെ അവിടെ പോയാൽ 2,000 രൂപ പോകില്ലേ? പ്രോഗ്രാമിന് പോയി കഴിഞ്ഞാൽ ഷെയർ കൊടുക്കണ്ടേ? അവരെന്തെങ്കിലും പണിയെടുത്താ പോരെ എന്ന് ചിന്തിക്കും. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എല്ലാ ബിസിനസ്സിലും ഒരു 80-20 പ്രിൻസിപ്പിൾ ഉണ്ടാവും. നിങ്ങളുടെ ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന ടീമിലുള്ള 20% ആളുകളായിരിക്കും. ഈ 20% ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ പവർ സൈഡിലായിരിക്കും ഉണ്ടാവുക, അല്ലെ? സൈഡിലേക്ക് തൽക്കാലം ഇപ്പൊ ഇങ്ങനെ വന്നുകൊടുക്കുന്നത് മേച്ചിയും തോറും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നിങ്ങളെ വളർത്തുന്ന ആ 20% കാറ്റഗറിയിലുള്ള ആള് നിങ്ങൾ പവർ സൈഡിൽ എപ്പോഴും കൂട്ടിക്കോ, താഴെ ഉത്തരത്തിലുള്ള കിട്ടൂല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ സത്യമല്ല ഞാൻ പറയുന്നത്. കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയുന്നത്, ഞാൻ എന്റെ കാർഡ് ആളുകളുടെ പിന്നെ അന്ന് മുതൽ ഇന്ത്യയിൽ ഡയറക്ട് സെല്ലിംഗ് വന്നു. അന്ന് മുതൽ ഡയറക്ട് സെല്ലിംഗ്, അന്ന് 2 വർഷം ഞാൻ ഡയറക്ട് സെല്ലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് എനിക്ക് കിട്ടിയ പ്രചോദനം ഇന്ന് കോടീശ്വരന്മാർ ഒന്നും ഞാൻ ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കാതെ ഒന്ന് ഞാൻ തിരിച്ച് ഗൾഫിലേക്ക് പോയി. ഇനി ഈ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഗതി വരാതിരിക്കാനാണ് ഞാനിത് പറയുന്നത്. എന്താ പറയാ, മനോജ് സാർ പറയുന്നതിന്റെ 100 പറയാൻ ഞാൻ അർഹനല്ല. കാരണം അദ്ദേഹം പറയുന്നത് അദ്ദേഹം നേടിയിട്ടാണ്.
പക്ഷെ 3 വർഷം കൊണ്ട് ഞാൻ എഴുതി വെച്ച എല്ലാ ലക്ഷ്യങ്ങളും നേടിയെടുത്തതിന് ശേഷം ഞാനൊരു സെഷനിലേക്ക് എനിക്ക് രാജിവെച്ച് ഇവിടെ വന്ന് ഈ പരിപാടി ചെയ്യണമെങ്കിൽ ആദ്യം തലക്ക് ഓളം പോകണം. എന്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, എന്റെ ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്റെ പ്രോഗ്രാം നടക്കുന്ന എല്ലാ വേദികളിലേക്കും ഞാൻ അമ്മയെയും ഭാര്യയും ഒക്കെ കൂടിയാ പോകും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീട്ടിൽ ഉറങ്ങാൻ പറ്റില്ല. അല്ലാതെ എനിക്ക് അവരെ മാർക്കറ്റിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടൊന്നല്ല. അപ്പൊ ഇപ്പൊ അവരുടെ ധൈര്യം എന്താണെന്ന് വെച്ചാൽ ഇവന്റെ കൂടെ 10-40 ആളുണ്ട് എന്നുള്ള ഒരു ധൈര്യം അവർക്കുണ്ട്. ഇനി ഞാനങ്ങ് ഇല്ലാണ്ടായി പോയി കഴിഞ്ഞാലും കുടുംബം നോക്കാൻ പറ്റുന്ന കുറെ ആളുകൾ എന്റെ കൂടെ ഇപ്പൊ ഉണ്ട്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന് ഏറ്റവും വലിയ ബ്യൂട്ടി അത് തന്നെയാണ്. അപ്പൊ നമ്മുടെ ടീമിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ തോൽക്കാതിരിക്കാനാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ടൈം ലിവറേജ് ആണ് ഈ ബിസിനസിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. നമ്മൾ ഒറ്റക്ക് പണിയെടുത്ത് കഴിഞ്ഞാൽ 40 കൊല്ലം പണിയെടുത്ത് കഴിഞ്ഞാലും നമ്മൾ എവിടെയും രക്ഷപ്പെടില്ല എന്ന് ഓൾറെഡി തിരിച്ചറിവുണ്ട്. അത് മാത്രമല്ല, പണിക്ക് പോകുന്നതിന്റെ മുന്നേ നമുക്കറിയാം രക്ഷപ്പെടില്ല എന്ന്. ഗതികേട് കൊണ്ട് പോവാണ് പണിക്ക്. ടൈം ലിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു ദിവസം 10 മണിക്കൂർ പണിയെടുത്ത് കഴിഞ്ഞാൽ ഒരു ഞായറാഴ്ച ഒഴിവാക്കിയ 6 ദിവസം ഉണ്ട് ഒരു ആഴ്ച അല്ലെ. ഇപ്പൊ 10 × 6 മണിക്കൂർ 60 മണിക്കൂറാണ് എന്റെ വർക്കിംഗ് ഹവേഴ്സ്. ആ 60 മണിക്കൂറിന്റെ കൂലി അല്ലെങ്കിൽ വേതനം എനിക്ക് കിട്ടും. അത് ഞാൻ 60 മണിക്കൂർ 50 ആഴ്ച പണിയെടുക്കുകയാണെങ്കിൽ 6×5 30 3000 മണിക്കൂറാണ് ഒരു കൊല്ലം എന്റെ വർക്കിംഗ് ഹവേഴ്സ്. 40 കൊല്ലം ഇതേ പ്രോസസ് ചെയ്യുന്ന സമയത്ത് 1,20,000 മണിക്കൂറാണ് എന്റെ ലൈഫിൽ എന്റെ കുടുംബത്തിലേക്ക് എന്റെ അക്കൗണ്ടിലേക്ക് എന്റെ വരുമാനം എത്തിക്കാൻ വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കിംഗ് ഹവേഴ്സ് അല്ലെ. ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന നിങ്ങളുടെ വർക്കിംഗ് ഹവേഴ്സിനനുസരിച്ചാണ് വരുമാനം അല്ലെ. ഒരു നേഴ്സ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ 8 മണിക്കൂർ 10 മണിക്കൂർ, ഒരു സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യുന്ന 12 മണിക്കൂർ 14 മണിക്കൂർ വർക്ക് ചെയ്യും. 8 മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി 4 മണിക്കൂർ 3 മണിക്കൂർ ഓവർ ടൈം ആയിരിക്കും കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉണ്ടാവും. എത്രത്തോളം നമ്മൾ സമയം ചെലവഴിക്കുന്നോ വർക്കിന് വേണ്ടി അതിനനുസരിച്ച് വരുമാനം കിട്ടും. ഇവിടെ എന്നെ സംബന്ധിച്ച് എന്റെ വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്ന എന്റെ ടീമിലുള്ള ആളുകൾ വർക്ക് ചെയ്യുന്ന ഹവേഴ്സ് ഒക്കെ എന്റെ വർക്കിംഗ് ഹവേഴ്സ് ആണ്. ഈ ഇരിക്കുന്ന നമ്മൾ എല്ലാവരുടെയും വർക്കിംഗ് ഹവേഴ്സ് ആണ് മനോജ് സാറിന്റെ വർക്കിംഗ്. മനോജ് തൃപ്പൂണിത്തുറ എന്നൊരു വ്യക്തി യൂസഫ് അലിയേക്കാളും വർക്കിംഗ് ഹവേഴ്സ് കയ്യിലുള്ള ഒരു വ്യക്തിയാണ്. നാളെ നമ്മൾ അങ്ങനെ ആവണം. നിങ്ങളുടെ ഇടത്തും വലത്തും ഓരോ ആൾക്കാർ പവർ ഓഫ് 2 എന്നല്ല ഞാൻ പറയാറുള്ളത്. നിങ്ങളുടെ ജീനിയസ് ടീമിൽ 2-3 ലക്ഷം കുടുംബങ്ങളും വിന്നർ ടീമിൽ 2-3 ലക്ഷം കുടുംബങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു സമൃദ്ധി ഉണ്ട്, ഒരു അബണ്ടൻസ് പറയും. അങ്ങനെ ചിന്തിക്കണം. അടുത്ത് വരുമാനം നേടി പറയുന്നുണ്ട് നീ എന്താ നീ പറയുന്നത് എന്തുകൊണ്ടാണ് ഐഡിയകൾ ചെയ്യും, വിഷ്വലൈസ് ചെയ്യും. 2 ആൾ വരുന്നത് ദാരിദ്ര്യം, 2 ആളെയാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. ഈ 2 പേര് വരും. വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു 10 മിനിറ്റ് രാവിലെ എണീറ്റിട്ട് നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ ജില്ലയിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾ, നിങ്ങളുടെ സംസ്ഥാനങ്ങളിൽ പല ജില്ലകളിൽ നിങ്ങളുടെ ടീം, നിങ്ങൾ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നു, ട്രെയിനിൽ പോയിട്ട് ഇറങ്ങുന്നു, അവിടുന്ന് ഒരാൾ കാർ കയറ്റി കൊണ്ടുപോകുന്നു, അവരുടെ പ്രോഗ്രാം പോയി സംസാരിക്കുന്നു, അവിടുന്ന് അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത് ഭ്രാന്തമായി മൃഗീയമായിട്ട് സ്വപ്നം കാണാൻ പഠിക്കണം. അങ്ങനെ സ്വപ്നം കണ്ട് ഇരിക്കുന്നത് ഓക്കെ. എറണാകുളത്ത് മനോജ് എന്ന് പറയുന്ന ആള് പൊറമേരി എന്ന് പറയുന്ന ഒരു നാട്ടിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? അത് അദ്ദേഹത്തിന്റെ ഒരു വിഷ്വലൈസേഷൻ ആണ്. അവിടെ ഒരു ബിയം എടുക്കാൻ, അത് എന്റെ ഭ്രാന്തായ സ്വപ്നത്തിന്റെ ഫ്രീക്വൻസി എന്ത് ചെയ്തു, വൈബ്രേഷൻ അവിടെ ആർക്കും ഹിറ്റ് ആയപ്പോ അവര് എന്ത് ചെയ്യാ, നമ്മൾ 1 മണിക്കൂർ പണിയെടുത്ത 20,000 ആൾക്കാർ 8 മണിക്കൂർ
പണിയെടുത്താൽ 1,60,000 വർക്കിംഗ് ഹവേഴ്സ് ഒരു ദിവസം കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂട്ടിക്കോ. സാധാരണഗതിയിൽ പണിയെടുക്കുന്ന സമയത്ത് നിങ്ങളെ വരുമാനം വരുന്നത് 40 കൊല്ലം പണിയെടുത്തു കഴിഞ്ഞാൽ 1,20,000 വർക്കിംഗ് ഹവേഴ്സിന്റെ കൂലി കിട്ടുന്ന സമയത്ത് ഇവിടെ ഒരു ദിവസം 20,000 ആൾക്കാരുണ്ടെങ്കിൽ തന്നെ 1,60,000 മണിക്കൂറായി. ഏതാണ് ബ്യൂട്ടി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് 40 കൊല്ലം വർക്ക് ചെയ്യുന്ന വരുമാനം 4 കൊല്ലം കൊണ്ട് കിട്ടാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറയുന്നത്. അത്രയും മൂല്യമുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് കിട്ടിയത്. ഇന്നലെ ഇല്ലാത്ത ആളുകൾ ചിലപ്പോൾ ഇതിലുണ്ടാവും. അവരോട് ആദ്യം വേണ്ട മൈൻഡ് സെറ്റ്, നമ്മളെ കുറിച്ചുള്ള മൈൻഡ് സെറ്റ് നമ്മുടെ ഉള്ളിലാണ് ആദ്യം സെറ്റ് ആവേണ്ടത്. ഒരു ജോലിക്കാരനെ പോലെ ചിന്തിക്കാതെ ഒരു ഓണ്ടർപ്രണർ പോലെ ചിന്തിക്കാൻ പഠിക്കണം. നല്ല അഭിനിവേശം വേണം ഇതിനോട്. ഇതിനെപ്പറ്റി പഠിക്കണം. ഇൻഡസ്ട്രിയെ കുറിച്ചും കമ്പനിയെ കുറിച്ചും പ്രൊഫൈലിനെ കുറിച്ചും പൊട്ടനെ കുറിച്ചും ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. കോൺഫിഡൻസ് ഉണ്ടാക്കി എടുക്കുക. രണ്ടാമത് സ്കില്ലാണ്. ആളുകളെ കണ്ടെത്താനുള്ള സ്കില്ല്, ആളുകളോട് സംസാരിക്കാനുള്ള സ്കില്ല്, അവരെ ക്ഷണിക്കാനുള്ള സ്കില്ല്, അവരോട് പ്രസന്റ് ചെയ്യാനുള്ള സ്കില്ല്, അവരെ ഫോളോ അപ്പ് ചെയ്യാനുള്ള സ്കില്ല്, അവരോട് സെയിൽസ് ക്ലോസിംഗ് നടത്താനുള്ള സ്കില്ല്, ഇവന്റുകളെ പ്രൊമോട്ട് ചെയ്യാനുള്ള സ്കില്ല്. ഈ 7 സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇതിലേറ്റവും നമ്മൾ ആളുകളുടെ അടുത്ത് പൈസ വാങ്ങി പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ സെയിൽസ് കോച്ചിങ് അടുത്ത ആളുടെ സീറ്റിലെ ആളെടുത്ത് നമ്മൾ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഓപ്പർച്യൂണിറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം കേൾക്കാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ക്ലോസിംഗ് നടത്തും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അതിന് തിരിച്ചറിയില്ല. ഒരു കല്യാണ വീട്ടിലോ മരണ വീട്ടിലോ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഒരാളോട് സംസാരിക്കുകയാണ്, ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു പ്രോജക്റ്റ് ഉണ്ട്, കമ്പനി ഉണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം നിങ്ങളോട് പറയാണ്, നീ ഏതായാലും എന്റെ നമ്പർ വെച്ചോ, നിങ്ങൾ വിളിക്കുക എന്ന് പറയുന്ന ആ നിമിഷത്തിൽ അവിടെ സെയിൽസ് ക്ലോസിംഗ് നടന്നു എന്നുള്ളതാണ്. നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. സെയിൽസ് ക്ലോസിംഗ് നമ്മൾ പഠിപ്പിച്ച രീതികളൊക്കെ പഴഞ്ചൻ 90-ലെ രീതികളായത് കൊണ്ടുള്ള ഒരു പ്രശ്നം അവിടെ കിടക്കുന്നുണ്ട്. എപ്പോഴാണോ ഒരാള് സെയിൽസ് ക്ലോസിംഗ് എന്ന് പറയുന്നത്, നമ്മളൊരാളെ ഒരു കോളേജിൽ പോകുന്ന സമയത്ത് ഒരു പെൺകുട്ടിക്ക് ആൺകുട്ടിയോട് ഇഷ്ടം തോന്നുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷം സെയിൽസ് ക്ലോസിംഗ് ആണ്. നമ്മൾ ചിന്തിച്ചാൽ മതി. അവിടെ ക്ലോസ് ചെയ്യപ്പെട്ടു ആ സമയത്ത്. പിന്നീടാണ് പ്രൊഡക്റ്റും പ്ലാനും പറയുന്നത്. സെയിൽസ് ക്ലോസിംഗ് ഈസ് ഹാപ്പനിങ് ഈവൻ ബിഫോർ യു ആർ പ്രസന്റിംഗ് അല്ലെങ്കിൽ ഷോയിങ് ദ പ്രൊഡക്റ്റ് ഓർ പ്ലാൻ എന്ന് പറയാം. അത് പ്ലാനും പ്രൊഡക്റ്റ് കൊടുക്കലും പ്ലാൻ കൊടുക്കലും നല്ല സെയിൽസ് ക്ലോസിംഗ്. അപ്പൊ നിങ്ങളുടെ ടീമിൽ നല്ല സെയിൽസ് ക്ലോസിംഗ് ആയിട്ട് ബന്ധപ്പെട്ട ട്രെയിനിങ്ങൾ വെക്കണം. അപ്പോഴാണ് ആളുകൾ മാർക്കറ്റിൽ പോകാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവുക. സ്ട്രാറ്റജി ഇന്നലെ പറഞ്ഞതാണ്. ഇന്ന് പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ മനസ്സിലാകാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനാണ് ഇത് പറഞ്ഞു പോകുന്നത്. കസ്റ്റമറെ കണ്ടെത്താനുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരിക്കണം. അതിനാണ് ഹോം മീറ്റിംഗുകൾ പ്രൊമോട്ട് ചെയ്യണം പറയുന്നത്, വെൽനസ് പ്രോഗ്രാമുകൾ പ്രൊമോട്ട് ചെയ്യണം പറയുന്നത്, എല്ലാ തരത്തിലുള്ള ഇവന്റുകളും പ്രൊമോട്ട് ചെയ്യാൻ പറയുന്നത്. അവിടുന്ന് അവരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആക്കി മാറ്റാൻ ഒരു അപ്ലൈ ലീഡറെയും കൂട്ടി അവരുടെ വീട്ടിൽ പോവുക. അതിനാണ് ഡിസ്ട്രിബ്യൂട്ടർ ഓൺബോർഡിംഗ് സിസ്റ്റം എന്ന് പറയും. അവരെ കോർ റാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരണം. അവർക്ക് അച്ചീവ്മെന്റ് നേടിക്കൊടുത്ത് അവരിലൂടെ ഇവന്റുകൾ പ്രൊമോട്ട് ചെയ്യണം. അവരെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരണം. ഈ സ്ട്രാറ്റജി നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം ടീമിൽ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ ഈസിയാണ്. ഞങ്ങൾ പലരും ഇപ്പോ അതിനു വേണ്ടിയിട്ടുള്ള സ്ട്രഗിളിലാണ്. എന്നും എളുപ്പമല്ല, പക്ഷേ നടക്കും. ഇനി ഇന്നലെ നമ്മൾ പറഞ്ഞ എന്തൊക്കെ ചെയ്യണം. ഒന്ന്, എന്തിന് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തു എന്നുള്ള ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം എഴുതി വെക്കുക. എന്തിന് ഞാൻ ഈ ബിസിനസ് ഏറ്റെടുത്തു, ഇതിലൂടെ ഞാൻ എന്ത് ഉദ്ദേശിക്കുന്നു. കമ്പനി നല്ലതാണ് എന്ന് 100% ഉറപ്പിച്ചുകൊണ്ട് നല്ല കമ്പനി സെലക്ട് ചെയ്യുന്നത് അതിവിടെ പ്രസക്തി ഇല്ലാത്തതാണ്. കാരണം ബയോടെക് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുക. അതേപോലെ തന്നെ എപ്പോഴും നല്ല നെറ്റ്വർക്ക് മാർക്കറ്റേഴ്സുമായിട്ട് എപ്പോഴും എന്ത് ചെയ്യുക, ബന്ധങ്ങൾ ഉണ്ടായിരിക്കുക. ഓൾവേസ് റൈറ്റ് ഡൗൺ യുവർ ഡ്രീംസ്, മോഹങ്ങള്, ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള് ഒക്കെ എഴുതി വെക്കുക എന്നുള്ളതാണ്. എപ്പോഴും 6ാമത്തെ പോയിന്റ്, ഇന്നലെ 5 പോയിന്റ് നമ്മൾ സംസാരിച്ച 6ാമത്തെ പോയിന്റ്, യുവർ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ ഇറ്റ്. തിരിച്ചറിവുണ്ടാവണം, അവയർനെസ് ഉണ്ടാവണം, ബോധം ഉണ്ടാവണം. എന്റെ ജീവിതമാണ് ഇത് എന്നുള്ളത് ഞാൻ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഓൾറെഡി ML എന്ന് പറയുന്നത് അടുത്തൊരു തലമുറയെ രക്ഷിക്കാൻ പറ്റുന്ന ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി, ഒരു മഹത്തായ ഒരു ഓപ്പർച്യൂണിറ്റി ആണ് എന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. എഡ്യൂക്കേറ്റ് ആൻഡ് ട്രെയിൻ യുവർ ടീം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. നമ്മൾ ടീമിനെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവരെ ട്രെയിനിങ് കൊടുക്കണം. യു ഡു നീഡ് ഇറ്റ് ടു ഹാവ് എ റൈനോത്തിക് സ്കിൻ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ബാക്കി ഒന്നും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഒരു കണ്ടാമൃഗത്തിന്റെ തൊലിക്കട്ടി വേണം ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലേക്ക് MLM ഇറങ്ങുന്ന സമയത്ത്. എന്തൊക്കെ ചെയ്യണമെന്നുള്ളതാണ് ഇപ്പൊ പറഞ്ഞു പോകുന്നത്. സ്റ്റേ കണക്റ്റഡ് ഓൺലൈൻ. നിങ്ങൾ സൂമിലാണെങ്കിലും മറ്റുള്ള പ്രോഗ്രാമിലാണെങ്കിലും നിങ്ങളെ ലൈവ് ആയിരിക്കണം എപ്പോഴും. ഓൺലൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ലൈവ് ആയാൽ മതി. റിമെമ്പർ, ഹോണസ്റ്റി ഈസ് ദ ബെസ്റ്റ് പോളിസി.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സത്യസന്ധത പുലർത്തണം. ബി പാഷനേറ്റ് അബൌട്ട് വാട്ട് യു ഡു. നിങ്ങൾ എന്താണോ ചെയ്യുന്നത് അതിലൊരു പാഷൻ ഉണ്ടായിരിക്കണം. നിങ്ങൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് പാഷനോട് കൂടിയിട്ട്, എന്താ പറയാ, ഒരു അഭിനിവേശം തന്നെ പറയും അല്ലെ, ഒബ്സഷൻ എന്ന് പറയും. ബി എ ടൈം മാനേജ്മെന്റ് എക്സ്പേർട്ട്. സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇത് പറയുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് പറയാൻ ഇഷ്ടം എന്ന് വെച്ചാൽ നമുക്ക് എത്ര ഈ ഭൂമിയിൽ സമയം ഉണ്ടെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ബോധം ഉണ്ടായിരിക്കണം എന്നല്ല. ഏത് സമയത്തും നമ്മൾ അടിച്ചു പോകുന്ന സമയത്ത് നമ്മുടെ കുടുംബത്തിൽ ഉണ്ടാകുന്ന, നമ്മുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടെങ്കിലും മാറ്റാൻ വേണ്ടി നിങ്ങൾ ഇന്ന് മുതലെങ്കിലും ഈ ഒരു ബിസിനസ് സീരിയസ് ആയിട്ട് എടുത്താൽ മതി. പ്രോഗ്രാമിന് സമയത്ത് വരുന്ന എല്ലാ ടൈം മാനേജ്മെന്റ്, ലൈഫില് നമുക്കൊരു ടൈം മാനേജ്മെന്റ് ഉണ്ടായിരിക്കണം. ഇന്നിപ്പോ രാവിലെ കേട്ട ഒരു മരണ വാർത്തയിൽ അദ്ദേഹത്തിന് കുടുംബമുണ്ട്, മക്കളുണ്ട്, മോഹങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട് അല്ലേ. നാളെ നിങ്ങളും ഞാനും ഒക്കെ ആ കാറ്റഗറിയിലേക്ക് പോകുന്ന ആളുകളായിരിക്കും. പക്ഷെ അതിന്റെ ആ ദൂരം കൂടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നുള്ള എല്ലാ പ്രാർത്ഥനയും നേരുന്നു. അത് തിരിച്ചറിവായിരിക്കണം നമുക്ക്. ഞാനിത് ഏറ്റെടുക്കാനുള്ള കാരണം, ഞാൻ 5 വർഷം ഗൾഫിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് നിലവിലുള്ള എല്ലാ എന്തൊക്കെ ഈ 3 വർഷം കൊണ്ട് ഇവിടുന്ന് കിട്ടുമോ അതൊക്കെ 5 വർഷം കൊണ്ട് അവിടുന്ന് കിട്ടും. പക്ഷെ ഈ 3 വർഷം കഴിഞ്ഞാൽ നല്ലൊരു ടീം ഉണ്ടെങ്കിൽ ഞാൻ ഫ്രീ ആയി എന്നുള്ളത് തിരിച്ചറിയണം. ഞാൻ പക്ഷേ ഗൾഫിൽ നിന്ന് 10 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ ഞാൻ ഫ്രീ ആവില്ല. അപ്പോഴത്തേക്കും യൂറിക് ആസിഡും BP, ഷുഗറും കൊളസ്ട്രോളും ഹോസ്പിറ്റലിൽ പോയിട്ട് നടക്കാൻ നേരാണ്ടാവും. കുറെ ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്റെ ഓണേഴ്സിനെ അടക്കം. ആ കാറ്റഗറിയിൽ പോകാൻ എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി ഇത് ലൈഫായിട്ട് ഏറ്റെടുത്തെന്ന് മാത്രമേ ഉള്ളൂ. MLM പ്രസന്റേഷൻ ടു ന്യൂ പീപ്പിൾ എവരുടെ എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് സംസാരിക്കുക. ഒരു മാസം മിനിമം 10 മുതൽ 30 ആൾക്കാരെ നമ്മൾ സ്പോൺസർ ചെയ്യണം, പേഴ്സണലി സ്പോൺസർ ചെയ്യണം. ഈ ഒരു ഇൻഡസ്ട്രിയിൽ ബിക്കം എ ഗുരു. നിങ്ങൾ ഒരു ടീച്ചർ ആവുക. നിങ്ങളുടെ ടീമിലുള്ള ആളുകൾ എന്ത് സംശയം ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ എന്ത് ചെയ്യണം, അത് പകർന്നു കൊടുക്കണം. അതിനെന്ത് ചെയ്യണം, നിങ്ങൾ ഐഡിയ അടിക്കാനും പിന്നെടുക്കാനും പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനും റീപർച്ചേസ് ചെയ്യാനും പ്ലാന് പറയാനും പ്രോഡക്റ്റിനെ കുറിച്ച് പറയാനും ഒക്കെ പഠിക്കുക എന്നതാണ് ബിക്കം എ ഗുരു എന്നാ പറയാ. നിങ്ങളായിരിക്കണം അവർക്ക് ഗുരു, നിങ്ങളായിരിക്കണം അവർക്ക് റോൾ മോഡൽ. ലേൺ പീപ്പിൾ സ്കിൽ. ആളുകളുടെ സ്കിൽ എന്താന്ന് പഠിക്കണം. അപ്പോൾ മാത്രം അവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. ഡ്യൂപ്ലിക്കേറ്റ് ആൻഡ് ബിൽഡ് ആൻ ആർമി. ഒരു ചാവേർ പോലത്തെ ഒരു ആർമി, ഒരു മിലിറ്ററി പോലത്തെ ടീം ഉണ്ടായിരിക്കണം. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ വന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് അതാണ്. നമുക്ക് പല മേഖലകളിൽ പല സ്ഥലങ്ങളിൽ ടീമില്ലേ, അവരൊക്കെ ഒരു എന്താണ് ആർമി മോഡലുള്ള ഒരു ടീമായിരിക്കണം. ഒരു കമാൻഡ് മോഡൽ പോകുമ്പോൾ കോഴിക്കോട് BOP നടക്കുന്നു, കണ്ണൂർ BOP നടക്കുന്നു, അവരെ ആളെയും കൊണ്ട് അവിടെ വരണം. ഒരു ക്രൗഡ് പുള്ളേഴ്സ് എന്ന് പറയും. ആളെ കൂട്ടുന്ന കുറെ എഞ്ചിനുകൾ നമുക്ക് ജില്ലകളിലും ആവശ്യമാണ്. ഏൺ ആൻഡ് ഇൻവെസ്റ്റ് എന്നാണ്. പൈസ ഇതിലൂടെ ഉണ്ടാക്കുകയും ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കണം. ഇൻവെസ്റ്റ് ചെയ്യുന്നത് പഠിച്ചില്ലെങ്കിൽ ഒരുപാട് ലക്ഷങ്ങൾ കോടികൾ എന്തായാലും വരും, അതൊക്കെ നഷ്ടപ്പെട്ടു പോകും. അത് പഠിക്കണം നിങ്ങൾ. അതുപോലെ ഏൺ ചെയ്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആദ്യം അതിനൊരു 10% നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ട്രെയിനിങ്ങുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. ബിക്കം ആൻ എക്സാമ്പിൾ. നമ്മളായിരിക്കണം നമ്മുടെ ടീമിന്റെ റോൾ മോഡൽ. നമ്മളായിരിക്കണം നമ്മുടെ ടീമിന്റെ എന്താ പറയാ എക്സ്പേർട്ട്. അത് നമ്മളായിട്ട് മാറണം. മാറ്റിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ 20 കാര്യങ്ങൾ എന്ത് ചെയ്യാൻ നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഈ ചെയ്യാതിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാല് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഒന്ന്, നെവർ സേ വി ആർ ദ ബെസ്റ്റ്. ഇന്ത്യയിൽ ഒരുപാട് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുണ്ട്, അതൊക്കെ ബെസ്റ്റാണ്. നല്ല ലീഗലായി എത്തിക്കലായി ബിസിനസ് ചെയ്യുന്ന എല്ലാ കമ്പനികളും ബെസ്റ്റാണ്. ഒരിക്കലും നമ്മൾ മാത്രമാണ് ശരി എന്നുള്ള ഒരു മനോഭാവം വെച്ചിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങരുത്. അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന് എന്ത് ചെയ്യും, ദോഷകരമായി ബാധിക്കും. നമുക്ക് അവരെ ആക്സെപ്റ്റ് ചെയ്യുന്ന എന്താ പ്രശ്നമുള്ളത്? പക്ഷെ നമുക്ക് പറയാൻ പറ്റുന്ന കുറെ പ്ലസ് പോയിന്റുകളുണ്ട്. ഇവിടെ ഇന്ത്യയിലുള്ള 1000 കമ്പനികളുണ്ടെങ്കിൽ 999 കമ്പനികളും 2000-ന് മുന്നേയുള്ള ജീവിത സാഹചര്യങ്ങളിൽ രക്ഷപ്പെടാനുള്ള പ്ലാൻ കൊണ്ടാണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് പറയണമെങ്കിൽ ആദ്യം അവരെ ഉൾക്കൊള്ളണം. ആദ്യം ഇപ്പൊ നമ്മൾ മാത്രം നല്ലതെന്ന് പറയരുത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഒരാളോട് സംസാരിക്കുമ്പോൾ, ഒരാൾ നമ്മളെ ടീമിൽ കയറി കളിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റണം നമ്മുടെ ഇൻകം പ്ലാൻ കൊണ്ട്, അതുപോലെ പ്രൊഡക്റ്റ് കൊണ്ട്. നെവർ ഹാവ് എ ലോട്ടറി ടിക്കറ്റ് ബയർ മെന്റാലിറ്റി. ലോട്ടറി എടുത്തിരിക്കുന്ന ആളുടെ മെന്റാലിറ്റി, രാവിലെ സൂമിൽ കയറി കഴിഞ്ഞാൽ കോടി കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന ഒരു മെന്റാലിറ്റി ഉണ്ട്. അത് ആദ്യം എടുത്ത് മാറ്റം നല്ലതാണ്. പണിയെടുത്താലേ ഇവിടെ പൈസ ഉണ്ടാവും. ഫീൽഡിൽ ഇറങ്ങണം. ഡോണ്ട് മേക്ക് ദ മിസ്റ്റേക്ക് ഓഫ് ട്രീറ്റിംഗ് ഇറ്റ് ലൈക്ക് എ ഹോബി. ഇതൊരു ഹോബി എന്നുള്ളതിൽ അപ്പുറത്ത് ഇതൊരു ലൈഫാണ്, എന്റെ ബിസിനസ് ആണ്, എന്റെ സ്വന്തമാണ് എന്നുള്ള ചിന്ത വേണം.
സ്റ്റോപ്പ് അനോയിങ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അനോയിങ് ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും എന്ത് ചെയ്യുക, ശല്യപ്പെടുന്നത് ഒഴിവാക്കുക. നിങ്ങളൊരു ടീം ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ എ സ്ട്രേഞ്ചർ ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് എന്നാണ്. അല്ലാതെ നിങ്ങളെ കുടുംബക്കാർ, മനോജ് സാറിന്റെ കുടുംബക്കാർ, മനോജ് സാറിന്റെ ബന്ധുക്കൾ, മനോജ് സാറിന്റെ സുഹൃത്തുക്കളല്ല മനോജ് സാറിനെ കോടീശ്വരനാക്കിയത്. നിങ്ങൾ എന്നെയും പോലുള്ള സ്ട്രേഞ്ചേഴ്സ് ആണ്. നമ്മൾ എന്താ വെച്ചാൽ ഈ ഓപ്പർച്യൂണിറ്റി കിട്ടി ആദ്യം പോയിട്ട് മാമനോടും മരുവനോടും ഇളയമ്മയോടും ഉമ്മാന്റെ അടുത്തിന്റെ മോനോടും ഇങ്ങനെ ശല്യപ്പെടുത്തവരാ പോയിട്ട്. അത് നിർത്തുക ആദ്യം. കാര്യമില്ല എന്നാ പറയുന്നത് പഠനങ്ങൾ. ഞാനല്ല കേട്ടോ, അവിടെ പോയി പൊടച്ചു കൊടുക്കണ്ടെന്നല്ല പറയുന്നത്. അവരെ ശല്യം ചെയ്യരുത്. അത് നിങ്ങളെ കാണുമ്പോൾ ഒരു കിടക്കക്കാരൻ വരുന്നുണ്ടെന്ന് പറയും. അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ആയതുകൊണ്ടാണ്. ഞാൻ എന്റെ ഒരു കുടുംബത്തിൽ ഇപ്പം പോയിട്ട് ഈ പ്രോഗ്രാം പറയാറില്ല. സ്റ്റാർട്ടിങ് പറഞ്ഞിരുന്നു, 1 പ്രാവശ്യം 2 പ്രാവശ്യം 3 പ്രാവശ്യം പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയാറില്ല. അവരോട് എനിക്ക് സ്നേഹം മാത്രം. അവർക്ക് യോഗമില്ല ഉപയോഗിക്കാൻ, അത്രയേ ഉള്ളൂ. അപ്പൊ ആ ഒരു ചിന്താഗതി നമുക്ക് വേണം. നെവർ ടേക്ക് റിജക്ഷൻസ് പേഴ്സണൽ. നമ്മൾ അവർ റിജക്ട് ചെയ്യുമ്പോൾ നമ്മൾ പേഴ്സണലി എടുക്കരുത്. എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പരാജയപ്പെട്ടു പോകും. ഡോണ്ട് സ്റ്റോപ്പ് യൂസിങ് യുവർ MLM പ്രൊഡക്റ്റ്. ഈ കമ്പനികളിലെ എല്ലാ പ്രൊഡക്റ്റുകളും, നമ്മുടെ ഗീ, നമ്മുടെ അൾട്രാവറി, മോർ പവർ, എന്തൊക്കെ പ്രൊഡക്റ്റുകൾ ഉണ്ടോ അതൊക്കെ നമ്മൾ ഉപയോഗിക്കണം. നമ്മൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു വൈബ്രേഷനോടുകൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരു വൈബ് പോണം കസ്റ്റമറിലേക്ക്. അതിന് നമ്മൾ യൂസ് ചെയ്യണം. ഏത് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആണെങ്കിലും നിങ്ങൾ ചില കമ്പനികൾ ഡയറക്ട് സെല്ലിംഗ് ഒന്നുമില്ല. ഞാനിപ്പം എന്താ പറയാ, ഒരു യൂണിലിവർ എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ എന്റെ പേസ്റ്റ്, എന്റെ സോപ്പ്, എന്റെ ഹെയർ ഓയില്, എന്റെ നോട്ട് ബുക്കുകൾ, എല്ലാ സാധന കമ്പനികളായിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ടെർമിനേറ്റ് എന്ന് വിചാരിക്കണം. എല്ലാ കോർപ്പറേറ്റ് കമ്പനികളുടെ പോളിസി എങ്ങനെയാണ്? അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അത് തന്നെ ഉപയോഗിക്കണം. ടാറ്റയുടെ ഉപ്പ് ഉപയോഗിക്കണം. ടാറ്റയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ടാറ്റയുടെ ഫൈനാൻസ് എടുക്കണം വണ്ടിക്ക്, ടാറ്റയുടെ ഇൻഷുറൻസ് എടുക്കണം, അല്ലെ? അതുപോലെ ബയോടൂറിയം ചെയ്യുമ്പോൾ ബയോടൂറിയത്തിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. നോ ടു എ സെൽഫിഷ് സ്പോൺസർ. ചിലപ്പോൾ നിങ്ങളെ സ്പോൺസർ ചെയ്ത ആൾ സെൽഫിഷ് ആയ സ്പോൺസർ ആയിരിക്കും. നിങ്ങൾ അപ്ലൈൻ ലീഡർ ചിലപ്പോൾ നല്ലവനാവണമെന്നില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ബൈ ബൈ നോ പറയാ. നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല നിങ്ങളെ കെയർ ചെയ്യുന്ന ഒരു അപ്ലൈൻ ഉണ്ടാവും. അദ്ദേഹത്തിന്റെ കൂടെ നടക്കാൻ പഠിക്കുക. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ വേണ്ടി. നോ ടൈം ഫോർ ലോ മെന്റാലിറ്റി പീപ്പിൾ. ചെറിയ മനസ്സുള്ള മാനസികാവസ്ഥയുള്ള ആളുകളുടെ പിന്നാലെ നടന്ന സമയങ്ങളെടുത്ത് ഇപ്പോഴും നമ്മൾ ആരോഗ്യവും നന്നാക്കാൻ നടക്കുക. നമ്മളാദ്യം നന്നാവുക, എന്നിട്ട് അവരെ നന്നാക്കാം. നമ്മള് ആദ്യം തന്നെ എല്ലാരും നന്നാക്കാൻ വേണ്ടി നടക്കും, പിന്നാലെ സമയം മൊത്തം ചെലവഴിക്കും. അത് ചെയ്യരുത് എന്നാ പറയുന്നത്. ഞാനല്ല കേട്ടോ, ഇത് പഠനങ്ങൾ പറഞ്ഞാണ്. ഡോണ്ട് ബിക്കം ലൈക്ക് എ വയേർഡ് ഓഫീസ് ബോസ്. നിങ്ങളൊരു ബോസിനെ പോലെ ആകരുത്. അഭിലാഷ് സാറ് ടീമിൽ വിളിച്ചിട്ട് എറണാകുളത്ത് പ്രോഗ്രാം ഉണ്ട്, നിർബന്ധമായിട്ട് അവിടെ നിർത്തണം എന്നൊക്കെ ചീത്ത വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരും വരില്ലല്ലോ. ബട്ട് ഡോണ്ട് ബിക്കം ലൈക്ക് എ വയേർഡ് ഓഫീസ് ബോസ്. ഒരു ബോസിനെ പോലെ പെരുമാറരുത്. സ്നേഹത്തോടെ അൺകണ്ടീഷണൽ ലവ് മൂവ്സ് യുവർ ടീം എന്നാണ്. നിങ്ങൾ ടീമിനെ മുന്നോട്ട് നയിക്കുന്നത് സ്നേഹം മാത്രമാണ്. ഡോണ്ട് ഇൻവെസ്റ്റ് ടൈം വിത്ത് നോൺ സീരിയസ് ഡൗൺലൈൻസ്. നമ്മുടെ കൂടെ ഡൗൺലൈനിൽ വരുന്ന സീരിയസ് അല്ലാത്ത ആളുകളെ കൂടെ എന്ത് ചെയ്യരുത്, നിങ്ങളുടെ സമയം ചെലവഴിക്കരുത്. കാരണം ജീവിതം നിങ്ങളതാണ്. സമയം നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. നമുക്ക് അതിന് ഓപ്പർച്യൂണിറ്റി പുറത്തുണ്ട്, ഇഷ്ടംപോലെ ആളുകളുണ്ട്. അപ്പൊ അവരുടെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ സമയം ഉപയോഗിക്കുക. നെവർ എക്സ്പെക്ട് ടു മച്ച് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കാതിരിക്കുക. ഭയങ്കര പ്രതീക്ഷയിൽ 4 പേരെയും കൂട്ടി വന്നിട്ട് അവരൊന്നും ചെയ്യാതിരിക്കുമ്പോൾ ഈ പണി നിർത്തിപ്പോകും. ഒരുപാട് ആളുകളുണ്ട്. ഒരു ഇവന്റും മിസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ചെയ്യാതിരിക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഡോണ്ട് സ്റ്റോപ്പ് റീഡിങ്. എന്തെങ്കിലുമൊക്കെ വായനാശീലം, നല്ല മോട്ടിവേഷൻ ബുക്കുകളൊക്കെ വായിക്കുന്ന ശീലം. ആളുകൾ എന്ത് ചെയ്യുക, നമ്മൾ മുൻവിധിയോടെ കാണാതിരിക്കുക. അതേപോലെ ആക്ട് നൗ ഡോണ്ട് പ്രോക്രാസ്റ്റിനേറ്റ് എന്നാണ്. നമ്മൾ എന്ത് ചെയ്യുക, നീട്ടിവെക്കുന്ന മാറ്റിവെക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, എടുത്ത് മാറ്റുക. ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഒരു സമയം പോലും നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. കാരണം സമയം അത്രയും വിലപ്പെട്ടതാണ്. സ്റ്റോപ്പ് അബ്യൂസിങ് യുവർ സ്പോൺസർ. സ്പോൺസറെ ചീത്ത വിളിക്കുന്ന സ്വഭാവം കുറെ ആളുകൾക്കുണ്ട്. അയാൾ ശരിയില്ല, അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിളിക്കുന്ന സ്വഭാവം എന്ത് ചെയ്യുക, അത് സ്റ്റോപ്പ് ചെയ്യുക, നിർത്തുക. കാരണം ഒരാളെ കുറ്റം പറയുമ്പോൾ ഒരാൾക്ക് നേരെ ചൂണ്ടുന്ന സമയത്ത് ബാക്കി എല്ലാവരും നിങ്ങളെ കൊള്ളയാണ്, അല്ലെ? നമ്മളൊരാളെ കുറ്റം പറയുന്ന സമയത്ത് ഉത്തരവാദിത്വം നമ്മൾ എടുക്കുന്നില്ല എന്നുള്ളതാണ് അത് കാണിക്കുന്നത്. ഒരു പ്രോഗ്രാം നടത്തുന്ന സമയത്ത് പ്രോഗ്രാം നടത്തിയ ആളുകളെ നിങ്ങൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ പ്രോഗ്രാമിന്റെ ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുത്തിട്ടില്ല. നിങ്ങൾ ഒരു കമ്മ്യൂണിറ്റിക്ക് പുറത്ത് നിന്നാണ് നിങ്ങൾ സാധാരണ കസ്റ്റമർ പോലെയാണ് ആ പ്രോഗ്രാമിനെ കാണുന്നത്. ഇപ്പൊ എറണാകുളത്ത് നടക്കാൻ പോകുന്ന പ്രോഗ്രാം സ്വന്തം പ്രോഗ്രാം ആണെന്ന് ഏറ്റെടുത്ത ലീഡേഴ്സ്
അവരൊരിക്കലും പരസ്പരം കുറ്റം പറയില്ല. പക്ഷെ വെറുതെ വന്നിരുന്ന് കേട്ടു പോകുന്ന ആളുകൾ എന്ത് ചെയ്യും? ആ പ്രോഗ്രാം ഹാളിന്റെ പ്രശ്നങ്ങളും ആ പ്രോഗ്രാമില് എടുത്ത ട്രെയിനർക്ക് ടെമ്പോ ഇല്ലാന്നും ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി. അവരൊന്നിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്ന ആളുകളല്ല. അവര് ബ്ലെയിം ചെയ്യാൻ വേണ്ടി മാത്രം വരുന്ന കുറെ ആളുകൾ ഉണ്ടാവും. സ്റ്റോപ്പ് ട്രൈങ് ടു കൺവിൻസ് എവരി വൺ. എല്ലാവരെയും പോയി കൺവിൻസ് ചെയ്യാൻ നോക്കരുത്, നിങ്ങൾ തളർന്നു പോകും. ഓടി നടന്ന് കൺവിൻസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും? കുറെ ആളുകൾ കൺവിൻസ് ചെയ്യാതിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? തളർന്നു പോകുന്നതാണ്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ, അതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ എടുത്തു വെച്ച് കാണുന്നിരിക്കുന്ന എല്ലാ ദിവസവും അത് വായിക്കുക. ഞാൻ ഇതിൽ പെട്ടതാണോ, ഞാൻ എന്തൊക്കെ കറക്റ്റ് ചെയ്യാനുണ്ട് അതിൽ എന്നുള്ളത് ഇങ്ങനെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഏറ്റവും നല്ലൊരു വ്യക്തിയായിട്ട് മാറുമ്പോൾ ഏറ്റവും നല്ല ലീഡറായിട്ട് മാറാൻ പറ്റുന്നുള്ളതാണ്. നിങ്ങൾക്ക് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ, സോ ലോങ് ആസ് യു ഹാവ് യുവർ ഐസ് ഓൺ യുവർ ഗോൾ, നിങ്ങളുടെ ലക്ഷ്യം വലുതാണെങ്കിൽ യു ഡോണ്ട് സീ ദ ഒബ്സ്റ്റാക്കിൾസ്. നിങ്ങളെ പ്രതിബന്ധങ്ങളെ കാണൂല, തടസ്സങ്ങളെ കാണൂല. ഇതില് 24 hours എണ്ണയിട്ട് എണ്ണം പോലെ ഓടുന്ന ലീഡേഴ്സിനെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് വലിയ ലക്ഷ്യങ്ങളുണ്ട്. ഒരുപാട് ഫീഡ്ബാക്കുകളിൽ നിന്ന് അവര് എന്ത് ചെയ്തു? യുദ്ധം ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതുപോലെ ഇറങ്ങി കുറെ ലീഡേഴ്സിനെ നമുക്ക് കാണാൻ പറ്റും അല്ലെ? എല്ലാവരും അതുപോലെയല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്. അവരുടെ ലക്ഷ്യങ്ങൾ വലുതായത് കൊണ്ട് തന്നെ അവർ തടസ്സങ്ങളെ കാണുന്നില്ല എന്നുള്ളതാണ്. തടസ്സങ്ങൾ മാത്രമേ ചിലപ്പോൾ നിങ്ങൾ തടസ്സം കാണാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വീട്ടിൽ കാറുണ്ടെങ്കിൽ നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങൂല. കാരണം റോഡിൽ എത്ര വണ്ടികളുണ്ട്, തട്ടില്ലേ മുട്ടില്ലേ എന്ന് ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യോ? ഇല്ല. അതേപോലെ തന്നെയാണ് ഈ ബിസിനസ്സും. ഈ ബിസിനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഫോക്കസ് എപ്പോഴും ലക്ഷ്യത്തിലായിരിക്കണം. എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഫോക്കസ് ഓൺ വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണോ ആവശ്യമുള്ളത് അതിലേക്ക് ഫോക്കസ് ചെയ്യുക. ഡോണ്ട് ഫോക്കസ് ഓൺ വാട്ട് ഡോണ്ട് വാണ്ട്. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പോകുക. ഇന്നല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് ആവശ്യം, നമ്മുടെ ഫോക്കസ് അതിലേക്ക് മാത്രം മാറ്റുക. ഒരു 3 വർഷം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫോക്കസോട് കൂടി, ക്ലാരിറ്റിയോട് കൂടി ഈ ഒരു ബിസിനസ് ഏറ്റെടുത്ത് ഇതിലൂടെ ലക്ഷങ്ങളും കോടികൾ ഉണ്ടാക്കാമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഈ ബിസിനസ്സിലൂടെ നിങ്ങൾ വളരുന്ന സമയത്ത് നിങ്ങളെ കൂടെ വന്ന ഒരുപാട് ആളുകൾ വളരും എന്നുള്ളത് ഒരു തിരിച്ചറിവായിരിക്കണം. സെൽഫിഷ് ആയ ഒരാൾക്ക് ഒരിക്കലും ഒരു ലീഡർ ആവാൻ പറ്റില്ല. എന്റെ കൂടെ വന്ന ആളുകളെ വിജയിപ്പിക്കും എന്നുള്ള ഒരു മനസ്സിലൊരു ദൃഢപ്രതിജ്ഞ സമയത്ത് അവിടെ ഒരു ലീഡർ ജനിക്കുന്നതാണ്. എന്റെ മുന്നിലിരിക്കുന്ന ആളുകളൊക്കെ ലീഡേഴ്സ് ആണ്, ലീഡർഷിപ്പിലുള്ള ആളുകളാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കാണും എന്ന് എനിക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ദൈവം വിചാരിച്ചാൽ പോലെ ഒരാളെയും നന്നാക്കി എടുക്കാൻ പറ്റില്ല. അവനവൻ വിചാരിച്ചാൽ മാത്രമേ ഇതിൽ വിജയിക്കാൻ പറ്റൂ. അതുകൊണ്ട് വലിയ വലിയ ഉയരങ്ങൾ വെച്ച് നമുക്ക് ഇനിയും കാണണം എന്നുള്ള പ്രത്യാശയോടുകൂടി എല്ലാവിധ പ്രാർത്ഥനയോടും കൂടി നിർത്തുന്നു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. അഭിലാഷ് സാർ. താങ്ക് യു വിനീഷ് സാർ, താങ്ക് യു വെരി മച്ച്. ഈ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വിനീഷ് സാർ പറഞ്ഞു തന്നു. ഞാൻ ഒരു ബിഗ് താങ്ക്സ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പറയുകയാണ്. നിങ്ങളുടെ കമന്റിലൂടെയൊക്കെ എല്ലാം നിങ്ങൾക്കത് രേഖപ്പെടുത്താവുന്നതാണ്. എനിവേ, നമ്മളെല്ലാവരും വളരെ ഭാഗ്യം ചെയ്ത ആളുകൾ തന്നെയാണ്. കാരണം ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്നു എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനപരമായ ഒരു ഭാഗ്യം. അതാണ് നമ്മുടെ ഫൈറ്റോറിയത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ഒരു ടീമിന്റെ കൂടെ നമുക്ക് കയറി നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് മറ്റൊരു ഭാഗ്യം. കാരണം നമുക്ക് ഫ്രീ ആയിട്ടാണ് എല്ലാ ദിവസവും പുതിയ അറിവുകൾ കിട്ടുന്നത്. ആ അറിവുകൾ കിട്ടുന്ന അറിവുകളെ എത്രമാത്രം വാല്യൂ ആയിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും കാണുന്നത് എന്നുള്ളതാണ് പലപ്പോഴും സംശയം തോന്നുന്നത്. നമുക്ക് എപ്പോഴും നമ്മുടെ ബിസിനസ്സിലേക്ക് വരുന്ന സമയത്ത് പല ആളുകളും നമുക്ക് ഒരു 6:25 സമയത്ത് വിനീഷ് സാർ പറഞ്ഞ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ ഒന്ന് ഫോൺ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഓരോരുത്തരും അതിനു വേണ്ടിയിട്ട് ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. ആ സമയത്ത് വിളിച്ച ഏകദേശം ഒരു 50-ലധികം വ്യക്തികൾ പുതിയതായിട്ട് വീണ്ടും കയറി എന്നുള്ളതാണ്. അപ്പോ അതൊരു വലിയൊരു മാറ്റമാണ്. നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു ചിട്ടയായ ഒരു രീതിയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞാൽ ഇതിലൊരു ചെറിയ കാര്യങ്ങൾ നമ്മൾ വ്യക്തമാക്കുന്നുവെന്ന് മാത്രമാണ്. ഇതാരെയും കുറ്റപ്പെടുത്തുന്നതല്ല. നമ്മൾ ആ ഒരു 6-5 എന്ന് പറയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെ
തുടക്ക സമയത്ത് അവരെ വിളിക്കുന്ന സമയത്ത് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഇന്നത്തെ ആ വിളികളൊക്കെ നാളെ അതൊരു സന്തോഷകരമായിട്ട് നമ്മളോട് അത് പങ്കുവെക്കും. കാരണം എന്നെ നിർബന്ധിച്ചത് കൊണ്ടാണ് ഞാൻ അന്ന് പ്രോഗ്രാമിൽ കയറിയിട്ടുള്ളത് എന്നൊക്കെ പറയും. അപ്പോ അതുകൊണ്ട് തന്നെ നമ്മൾ നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ നമ്മുടെ വേണ്ടപ്പെട്ട ആളുകളെയൊക്കെ ഒന്ന് വിളിപ്പിക്കുക. അത് വളരെ ക്ഷമയോടുകൂടിയൊക്കെ അവരോട് ഇടപെടുക. ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ചില ആളുകൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത ആളുകൾ ഉണ്ടാവും. ബുദ്ധിമുട്ടില്ലാത്ത ആളുകളുമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മുടെ പറഞ്ഞിട്ടുള്ളത്. എനിവേ മറ്റൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിന്റെ അകത്ത് നമ്മുടെ വസന്ത മേഡം നമുക്ക് ഈ വീഡിയോ ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവരുടെ ആക്ടിവിറ്റീസ് ആ മേഡം ആ തുടക്കം മുതൽ ഈ ഒരു സമയം വരെ ആ പോയിന്റുകൾ എഴുതിയെടുക്കുന്നുണ്ടായിരുന്നു. അതുപോലെ അബ്ബാസിക്ക ഞാനടക്കം നമ്മുടെ ചില മിസ്റ്റേക്കുകളാണ്. നമ്മളിത് കേട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഇപ്പൊ കേട്ട് നമ്മളെല്ലാം മറന്നുപോയിട്ടുണ്ടാവും. ഒരു പുസ്തകമായിട്ടിരിക്കുന്ന ബാക്കി എല്ലാവരും പുസ്തകവുമായി എഴുതാനിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരു പക്ഷെ വീഡിയോ ഓൺ ചെയ്യാതിരുന്നത് എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണുള്ളത്. അപ്പൊ അതുകൊണ്ട് എഴുതിയെടുത്തിട്ടുണ്ടാവാം, ചില ആളുകൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ബോധ്യത്തിലേക്ക് വന്നിട്ടുണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് ഉപകാരപ്പെടും. നാളത്തെ ഒരു സമയം ഇന്ന് എഴുതിയെടുക്കാൻ കഴിയാഞ്ഞ ചില ആളുകൾ ഉണ്ടാവാം. അപ്പൊ നാളത്തെ പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ആരെങ്കിലും ഒക്കെ പറയുന്ന ആര് പറയുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പ്രാധാന്യമുള്ളത്, എന്തു പറയുന്നു എന്നുള്ളതാണ്. നമുക്ക് യൂസ്ഫുൾ ആണോ, നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയാവുന്ന കാര്യങ്ങളാണോ പങ്കുവെക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പൊ പല ആളുകളും ഇവനാരോടും പറയാൻ അല്ലെങ്കിൽ ഞാൻ ഒത്തിരി ജീവിതാനുഭവമുള്ള ആളുകളാണ്. യെസ്, വെരി ഗുഡ്. അപ്പൊ എഴുതിയ ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ വലിയ ലെവലിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. എഴുതാൻ കഴിയാവുന്ന ആളുകൾ മാത്രം എഴുതിയെടുക്കുക. എഴുതാൻ അറിയില്ലാത്ത ആളുകളെ നിർബന്ധിച്ചിട്ട് എഴുതണം എന്ന് പറഞ്ഞാലും അത് ബുദ്ധിമുട്ടാണ്. എഴുതാൻ അറിയുക, എഴുതാനായിട്ട് വായിക്കാനായിട്ടൊക്കെ അറിയുക, ഇതൊന്നുമല്ല ജീവിതത്തിൽ സക്സസ് ആവാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട കാര്യം. മൈൻഡ് ഉണ്ടാകുക എന്നുള്ളതാണ്. ശോഭമേടെ ഇതിണ്ട് എഴുതിയ ആളുകൾക്കൊക്കെ എല്ലാം ബിഗ് സല്യൂട്ട്. എഴുതാത്ത ആളുകൾ മൈൻഡിൽ ഫീഡ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് അവർക്കും സല്യൂട്ട്. ബാക്കി എല്ലാവർക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഒരു ദിവസം കിട്ടിയ അറിവുകൾ അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ട റിപ്പീറ്റേഷൻ അല്ല. നമ്മൾ ഫോക്കസ് ചെയ്താൽ നമ്മളിലേക്ക് അത് എത്തിച്ചേരുക തന്നെ ചെയ്യും. രണ്ട് വ്യക്തികൾ നമ്മുടെ ലെഫ്റ്റിലും റൈറ്റിലും നമ്മളെക്കാൾ ശക്തരായിട്ടുള്ള, നമ്മുടെ ആബ്സെൻസിലും ഈ ബിസിനസ് കൊണ്ടുപോകാൻ കഴിയുന്ന പവർഫുൾ ആയിട്ടുള്ള രണ്ട് വ്യക്തികളെ നമ്മൾ ഫോക്കസ് ചെയ്താൽ അവര് നമ്മളിലേക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. ചിലപ്പോ ചില വൈകലുകളൊക്കെ ഉണ്ടാവാം, ചിലപ്പോ പെട്ടെന്ന് വന്നേക്കാം. അതെപ്പോ വരുന്നു എന്നുള്ളതല്ല, എന്തായാലും വരും എന്നുള്ളതാണ്. അങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. അങ്ങനെ വിശ്വസിച്ചാൽ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരും. ഇന്നത്തെ ഒരു ദിവസം ഈ കിട്ടിയ അറിവുകൾ ഫീൽഡിൽ പങ്കുവെച്ചുകൊണ്ട് പുതിയ സെയിൽസുകൾ എടുക്കാനായിട്ടും ഒരു ടീം ബിൽഡ് ചെയ്യാനായിട്ടും നമ്മൾ ഈ ഒരു ടൈം ഫ്രീഡവും നമ്മുടെ ടൈം ലിവറേജും ഒക്കെ കിട്ടാനായിട്ട് നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ആ ഒരു മനോഹാരിത നമ്മൾക്ക് ലഭിക്കുന്നതിനും ലൈഫിൽ വലിയ സക്സസിലേക്ക് മാറാനായിട്ടും ഇന്നത്തെ ഒരു ദിവസം ഉപകാരപ്പെടട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഓൾ.